കോഴിക്കോട് ദേശീയപാത നിർമ്മാണത്തിനടുത്ത കുഴിയിൽ വീണ് സ്വിഗ്ഗി ജീവനക്കാരൻ മരിച്ചത് വേങ്ങേരി സ്വദേശി രഞ്ജിത്ത്. സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ റോഡിൽ കുഴിയിൽ വീണ് പരിക്കേറ്റ പഞ്ചായത്ത് അംഗം മരിച്ചു. ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡ് അംഗം TM സുരേന്ദ്രനാണ് മരിച്ചത്. ദേശീയപാതയിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികൻ മരിച്ചു. കോഴിക്കോട് ചോമ്പാൽ താഴെത്തോട്ടത്തിൽ TT നാണുവാണ് മരിച്ചത്. പാലക്കാട് റോഡിലെ കുഴിയിൽ വീണ് ഓട്ടോ ഡ്രൈവർ മരിച്ചു. കരിങ്കല്ലത്താണി മരുതലയിലെ കിളിയച്ചൻ ഹംസയാണ് മരിച്ചത്. റോഡിലെ കുഴിയിൽ ഓട്ടോ മറിഞ്ഞ് വീട് 7 വയസ്സുകാരി മരിച്ചു. അച്ഛൻ ഓടിച്ച ഓട്ടോ മറിഞ്ഞ് മരിച്ചത് പാണ്ടിക്കാട് ടൗൺ GMLP സ്കൂളിലെ ഹവാസിയ. വടകര ദേശീയപാതയിലെ സർവീസ് റോഡിൽ കുഴിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. ന്യൂമാഹി ചാലക്കര സ്വദേശി ചാലിൽ CKP റഫീഖാണ് ദാരുണമായി മരിച്ചത്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സ്കൂട്ടർ കുഴിയിൽ വീണ് യാത്രക്കാരി മരിച്ചു. ലോറി കയറി ഇറങ്ങി കൊല്ലപ്പെട്ടത് ജയന്തി മാർട്ടിൻ. അമ്മയും മകനും ക്ഷേത്ര ദർശനത്തിന് പോകുന്നതിനിടെ കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചു. ബസ് കയറി പൊങ്ങുന്നം സ്വദേശി വിഷ്ണുദത്ത് മരിച്ചു. കായംകുളത്ത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കുഴിച്ച കുഴിയിൽ വീണ് ബൈക്ക് യാത്രികൻ മരിച്ചു. 27 വയസ്സുകാരൻ ആരോമലാണ് മരിച്ചത്. ഒരുപാട് നാളത്തെ കുഴിമരണപ്പട്ടിക ക്രോഡീകരിച്ചതല്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ മാസങ്ങളിൽ മാത്രം റോഡുകളിലെ നരകവാതിൽ കുഴികളിൽ വീണ് മരിച്ചവരുടെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ വാർത്തകൾ മാത്രമാണ്. ഇന്നും തൃശ്ശൂരിൽ കണ്ടു. ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ നേരിട്ട് കുഴിയിൽ വീണുള്ള അപകടമല്ലെങ്കിലും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അപകടമുണ്ടായ ഒരു ചെറുപ്പക്കാരന്റെ ചോരയൊഴുകി അതേ റോഡിൽ കുഴികൾ, വൻഗർത്തങ്ങൾ, പാതാളവാതിലുകൾ അങ്ങനെ കിടക്കലാണ്. മരണങ്ങളുണ്ടായിട്ടും ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനെങ്കിലും അതൊന്ന് അടയ്ക്കണം എന്ന തോന്നൽ അധികാരികൾക്കില്ലാത്തത് എന്താണ്? ആ പരാജയപ്പെട്ട സിസ്റ്റത്തിന്റെ രക്തസാക്ഷിയാണ് കുഴി വെട്ടിച്ച് ബസ് കയറി മരിച്ച 22-കാരൻ വിഷ്ണുദത്ത്. ആ പരാജയപ്പെട്ട സിസ്റ്റത്തിന്റെ രക്തസാക്ഷിയാണ് നിലമ്പൂരിൽ ഷോക്കേറ്റ് മരിച്ച അനന്തു. ആ പരാജയപ്പെട്ട സിസ്റ്റത്തിന്റെ രക്തസാക്ഷിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടമിടിഞ്ഞു കൊല്ലപ്പെട്ട ബിന്ദു. ആ പരാജയപ്പെട്ട സിസ്റ്റത്തിന്റെ രക്തസാക്ഷി തന്നെയാണ് ഇന്ന് നാടിന്റെ വേദനയായി ആയിരങ്ങളുടെ ആദരം ഏറ്റുവാങ്ങിപ്പോയ മിഥുൻ. ആ പരാജയപ്പെട്ട സിസ്റ്റത്തിന്റെ കണ്ണു തുറക്കാൻ ഇനിയും എത്ര വേണം? നരമേധങ്ങൾ, മനുഷ്യബലികൾ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. അടൂർ കെ അനിൽകുമാർ, ശ്രീ PK നവാസ്, ശ്രീ PR ശിവശങ്കർ, ശ്രീ രാജൻ K പല്ലൻ, തൃശൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവാണ് എന്നിവർ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ രാജനിലേക്ക് പോകുന്നു. ശ്രീ രാജൻ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്, 1 മാസം പോലും ആയിട്ടില്ല, വിഷ്ണുദത്തും അമ്മയും ബൈക്കിൽ പോകുന്നു. റോഡിലെ കുഴി കണ്ട് വെട്ടിക്കുന്നു. വിഷ്ണുദത്ത് ദാരുണമായി തന്നെ കൊല്ലപ്പെടുന്നു. ഇന്നുണ്ടായ മരണവും അങ്ങേയറ്റം ദാരുണമായ മരണമാണ്. ആ റോഡിൽ ഒരു കുഴിയുണ്ട്. ആ കുഴിക്ക് അപ്പുറത്തുനിന്ന് വരുന്ന ആക്റ്റീവ ആ കുഴി വെട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ അപകടം നേരിട്ട് കുഴിയിൽ വീണ അപകടമല്ല. ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പിന്നെയും എന്തുകൊണ്ടാണ് നിങ്ങൾ കോർപ്പറേഷനെതിരെ ഇന്ന് സമരം നടത്തിയത്? ശ്രീരാജൻ K പല്ലൻ. തൃശ്ശൂർ കോർപ്പറേഷനിലെ ഒരു വർഷത്തിനിടയിൽ ഉണ്ടാകുന്ന 3 റോഡ് അപകടങ്ങളാണ് ഇന്നടക്കം ഉണ്ടായിട്ടുള്ളത്. ഒരു വർഷത്തിനുള്ളിൽ 3 റോഡ് അപകടങ്ങളാണ് ഉണ്ടായത്. ഒരു വർഷം മുമ്പ് തൃശ്ശൂർ അടുത്തുള്ള ചിയാരം സ്വദേശി ഒരു വീട്ടമ്മ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഉടമസ്ഥയുള്ള റോഡിലുള്ള കുഴിയിൽ വീണ് മരിക്കുകയുണ്ടായി. ഏകദേശം 1 മാസം മുൻപ് വിഷ്ണുദത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അമ്മയുമായി വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള റോഡിലെ കുഴിയിൽ വീണ് മരിക്കുകയുണ്ടായി. അമ്മ ഗുരുതരമായി 7 വാരിയല്ലുകൾ ഒടിഞ്ഞ് തല 20 സ്റ്റിച്ചിട്ട് ഇന്നും ഓർമ്മയില്ലാതെ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. അതിനിടയിലാണ് നിരവധി അപകടങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് ഇന്ന് ഏബൽ എന്ന് പറയുന്ന 34 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇന്ന് ബസ് കയറി മരിച്ചത്. ഈ ബസ് കയറി മരിക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്ന റോഡ് PWD റോഡാണ്. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ റോഡാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള റോഡാണ്. ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത് ജില്ലാ കളക്ടറുടെ വസതിക്ക് മുന്നിലുള്ള റോഡാണ്. ജില്ലാ കളക്ടറുടെ മൂക്കിന് താഴെയാണ് ഈ റോട്ടിൽ ഈ കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. ഈ കുഴി രൂപപ്പെട്ടിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ, ഇതുമായി ബന്ധപ്പെട്ട അവിടുത്തെ കൗൺസിലറും കോർപ്പറേഷൻ കൗൺസിലർമാരൊക്കെ നിരവധി തവണ മന്ത്രിക്ക് ഫാക്സ് അയച്ചിട്ടുണ്ട്. PWD കത്ത് കൊടുത്തിട്ടുണ്ട്, കോർപ്പറേഷൻ കൗൺസിലിൽ പറഞ്ഞിട്ടുണ്ട്, പോലീസ് കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കുഴികൾ അടയ്ക്കണമെന്ന് പറഞ്ഞ് യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. അതേ റോഡിന്റെ അതേ സ്ട്രെച്ചിൽ തന്നെയാണ് ഈ കുഴിയുള്ളത്. ഇപ്പൊ നിങ്ങളന്ന് വലിയ സമരങ്ങൾ നടത്തിയതാണ്, പ്രതീകാത്മകമായി ദേഹത്ത് ചോരയൊക്കെ ഒഴിച്ചുള്ള വലിയ സമരങ്ങൾ നടത്തിയതാണ്. എന്നിട്ടും ആ സ്ട്രെച്ചിലെ റോഡെങ്കിലും കുഴിയെങ്കിലും അടയ്ക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? 2 കിലോമീറ്റർ ഞാൻ പറഞ്ഞുതരാം. 2 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ സംഭവം ഉണ്ടായി
ഇപ്പോൾ MG റോട്ടിലെ വിഷ്ണുദത്ത് മരിച്ച 24 മണിക്കൂറിനുള്ളിൽ ആ കുഴി അടച്ചു, ആ കുഴി മാത്രം അടച്ചു. ഇപ്പോൾ ഈ ഏബൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്ന് മരിച്ച ആ കുഴി മണിക്കൂറിനുള്ളിൽ അടച്ചു, മണിക്കൂറുകൾക്കുള്ളിൽ അടച്ചു. എന്തുകൊണ്ട് ഇത് മുമ്പ് ചെയ്യാൻ സാധിച്ചില്ല? എന്തുകൊണ്ട് ഇത് മുമ്പ് ചെയ്യാൻ സാധിച്ചില്ല? ആവശ്യമായ പണമുണ്ട്, ആവശ്യമായ സാഹചര്യങ്ങളുണ്ട്. എന്നിട്ടും ജില്ലാ കളക്ടറുടെ വസതിക്ക് മുന്നിലുള്ള മൂക്കിന് താഴെയുള്ള ഈ റോഡ് അപകടങ്ങൾ ഉണ്ടാകുമെന്ന് എന്നും നിരന്തരം വാർത്തയുണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു മരണമുണ്ടായത്. ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ പേരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. അല്ല, ഈ മേയർ എന്താണ് പറയുന്നത്? കേസെടുത്താൽ നഗരാധിപൻ, നഗരപിതാവ് റോഡല്ല. നഗരപിതാവ് മേയർ എന്ന് പറയുന്നത് മേയർ എന്ന് വളരെ ഹാപ്പിയിലാണ്. എന്തുകൊണ്ടാണ്? കോർപ്പറേഷൻ റോഡല്ലല്ലോ, PW റോഡല്ലല്ലോ, പൊതുമരാമത്ത് മന്ത്രിയുടെ റോഡല്ലേ, അവർ മറുപടി പറഞ്ഞോട്ടെ എന്നാണ് മേയറെ വാക്കുകൾ. പക്ഷെ 2 മരണങ്ങൾ മുമ്പ് നടന്നു, അത് 2 കോർപ്പറേഷൻ റോഡിലാണ്. ഇപ്പോൾ കോർപ്പറേഷൻ റോഡിൽ ആൾ മരിക്കുമ്പോൾ PW ഉദ്യോഗസ്ഥരും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ളവരും പറയുന്നു ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെയോ പൊതുമരാമത്തിന്റെയോ റോഡല്ല, അതുകൊണ്ട് ഞങ്ങൾ ബാധ്യതയില്ല. കോർപ്പറേഷൻ റോഡില് PW റോഡിൽ ആളുകൾ കുഴിയിൽ വീണ് മരിക്കുമ്പോൾ മേയറും ഭരണ നേതൃത്വവും പറയുന്നു ഇത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് ബന്ധമില്ല. 2 മരിക്കുന്നതും LDF നേതൃത്വം തന്നെ. ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, ഒരു കാറ് പാസ് ചെയ്യുന്നു, ആ കാറിനെ ഓവർടേക്ക് ചെയ്യുന്ന ഒരു ബസ് പോകുന്നു, ആ ബസ്സിനും ഓവർടേക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഏബൽ എന്ന പയ്യൻ വണ്ടി ഓടിച്ചതുള്ള വസ്തുതയാണ്. അത് നമുക്ക് കാണാൻ വേണ്ടിയിരിക്കുകയല്ലേ. പക്ഷേ അതിന് ഓപ്പോസിറ്റ് വരുന്ന ഒരു ആ സ്കൂട്ടർ ഒരു കട്ടർ കണ്ട് വെട്ടിച്ചപ്പോൾ ഈ പയ്യനും ലെഫ്റ്റ് സൈഡിലേക്ക് വെട്ടിക്കേണ്ട വന്നു. അങ്ങനെയാണ് ബസ്സിന്റെ അടിയിലേക്ക് പോയത്. അപ്പൊ ഇപ്പൊ ചിലർ ന്യായീകരിക്കുന്നു, കുഴിയിൽ ഈ ബൈക്ക് ചാടിയിട്ടില്ല, കുഴിയിൽ വീണിട്ടല്ല മരിച്ചത്, മറ്റ് കാരണങ്ങളെ കൊണ്ടാണ് മരിച്ചതെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ആ കുഴി തന്നെയാണ്. ഈ പറഞ്ഞ റോഡിലെ നിശ്ചിത ബസ്സുകൾ മാത്രമേ പോകാൻ പാടുള്ളൂ. പക്ഷേ ആ നിശ്ചിത ബസ്സുകൾക്ക് പുറമെ നിരവധി ബസ്സുകൾ പോലീസിന്റെ നിയന്ത്രണമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കടുത്ത ട്രാഫിക് ജാമാണ് തൃശ്ശൂർ പട്ടണം മുഴുവൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പയ്യൻ ജോലിക്ക് പോകുന്നത് കുന്നംകുളത്തേക്കാണ്, ബാങ്കിലാണ് ജോലി. അപ്പൊ 9 മണിക്ക് മുമ്പായി ഇവിടുന്ന് പോയി ഈ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ പരിഹരിച്ച് അവിടെ എത്തണമെങ്കിൽ സാധാരണഗതിയിൽ ഒരു 3/4 മണിക്കൂർ വേണ്ടി വരുന്ന സ്ഥലത്ത് ഇന്ന് 2 മണിക്കൂറോളം വരും, അല്ലെങ്കിൽ 1.5 മണിക്കൂറോളം വരും ട്രാഫിക് ബ്ലോക്ക് കാരണം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ബസ്സിലേക്ക് ഓവർടേക്ക് ചെയ്ത് ബൈക്ക് എടുത്ത് പോയി എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഈ മരണത്തിന് ഉത്തരവാദി സംസ്ഥാന ഗവൺമെന്റ് ആണ്, ഉദ്യോഗസ്ഥരാണ്. കൃത്യമായി ഉത്തരം പറയണം. മാത്രമല്ല ജില്ലാ കളക്ടറുടെ വസതിക്ക് മുന്നിലാണ് ഈ കുഴി. അദ്ദേഹം ഓരോ മണിക്കൂറിലും ഓരോ ദിവസവും ഉത്തരവുകൾ ഇറക്കും, റോഡുകളെ കുഴി അടയ്ക്കണം എന്ന് വാർത്ത കൊടുക്കും. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടോ ഈ കുഴി അടയ്ക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നില്ല. ഉത്തരവുകളല്ലാതെ ഒന്നും നടപ്പാവുന്നില്ല. ഒരുപാട് ജോലി ഉണ്ടാവും ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീരാജൻ കെ പലൻ, അനിൽകുമാർ, ഈ ഒരു ന്യായീകരണമില്ലാത്ത പരാജയങ്ങളിൽ ഈ സിസ്റ്റം പിഴവിലാണ് തേവലക്കരയിലെ ബാലഹത്യ എന്നാർക്കും സംശയമില്ല. അതാ ഇപ്പോൾ KCB ഉണർന്നു, മാനേജ്മെന്റ് ഉണർന്നു. ഇതാ ഇപ്പോൾ അല്പസമയം മുമ്പ് അവിടെ പുതിയ വയറോ കൊണ്ട് ശരിയാക്കുന്നുണ്ട്. അവിടെ തൃശ്ശൂരിൽ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച് താഴെ വീണ് ബസ് കയറി ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു. ശരി രാജൻ, ഞങ്ങളിലേക്ക് എത്താം. ശ്രീ അനിൽകുമാർ, നേരത്തെ ഒരു ബസ് കയറി ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു, കുറച്ച് മെറ്റലൊക്കെ വാരിയിട്ട് ആ സിസ്റ്റം അവിടെ മാത്രം ശരിയാക്കി. അതിന് ഒരുപാട് അകലെയല്ല ഇന്നത്തെ അപകടം. കുഴിയിൽ വീണിട്ടില്ല, പക്ഷേ അവിടെ കുഴിയുണ്ട്. ആ മരണം കഴിഞ്ഞപ്പോഴേക്കും ആ കുഴിയിലും ആ സിസ്റ്റം ശരിയാക്കാൻ ഓരോരോ മരണങ്ങൾ വേണ്ടി വരിക എന്ന് പറഞ്ഞ എന്തൊരവസ്ഥയാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ? ഒന്ന്, ഈ ചർച്ചയിൽ പങ്കെടുക്കാത്ത തൃശ്ശൂരെ മേയർ ഈ മരണം ഉണ്ടായതിനെ തുടർന്ന് ചിരിക്കുകയാണ് എന്ന് ഒരാളിവിടെ പറയുന്നത് കേട്ടു. യഥാർത്ഥത്തിൽ ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പൊട്ടിച്ചിരിക്കുകയും അതിലൂടെ രാഷ്ട്രീയ അതിജീവനവും ഉപജീവനവും നടത്തുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷമാണെന്ന് കേരളത്തിലുള്ളത്. ആ പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്ന നുണകളെ 101 ആവർത്തിക്കുന്ന മാധ്യമങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത്തരമൊരു സമൂഹത്തിലാണ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ശകാര പദമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ
നിങ്ങളിപ്പോൾ ഈ ചർച്ചയിൽ കുറേയേറെ കാര്യങ്ങൾ കുത്തിക്കെട്ടി എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് ഒരു ചർച്ചയുടെ ഭാഗമാക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾ അക്കാര്യത്തിൽ ആഹ്ലാദഭരിതരായി നിൽക്കുന്ന പ്രതിപക്ഷത്തിന് വേണ്ടിയാണ് ഇത്തരം ഓരോ മരണത്തെയും ആഘോഷിക്കുന്നത് എന്ന് സ്വയം ചിന്തിക്കുക. ഞങ്ങളെ സംബന്ധിച്ച് ഒരു മരണം തന്നെയാണ്. ആ കുടുംബത്തിൻ്റെ നട്ടെല്ലാണ്. ഉപജീവനം നടത്താൻ പോകുന്ന ഒരു തൊഴിലാളിയാണ് മരിച്ചത്. പാവപ്പെട്ട മനുഷ്യനാണ് മരിച്ചത്. ഞങ്ങൾക്ക് ആ മനുഷ്യൻ്റെ മരണത്തിൽ വേദനയുണ്ട്. ജോലി സ്ഥലത്തേക്ക് അതിരാവിലെ ഓടിപ്പോകുന്ന കഷ്ടപ്പെട്ടു പോകുന്ന ഒരു പയ്യൻ. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് പറഞ്ഞതെന്ന് നോക്കുന്നു. ഒരു കാറ്, ആ കാറിനെ ഓവർടേക്ക് ചെയ്തൊരു ബസ്സിനെ ഓവർടേക്ക് ചെയ്തിട്ടാണ് ഈ പയ്യൻ പോയത്. അതുകൊണ്ടാണ് മരണം ഉണ്ടായെന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇപ്പോൾ പറയുന്നത് കേട്ടു. ഞങ്ങൾ അങ്ങനൊന്നും പറയുന്നില്ല. ഈ മരണമടഞ്ഞ ആൾ അദ്ദേഹത്തിൻ്റെ ജീവിത വ്യാപാരത്തിൻ്റെ ഭാഗമായി വേഗത്തിൽ പോകാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് കിട്ടിയാലുടൻ തന്നെ കേരളത്തിലെ പ്രതിപക്ഷത്തെ ആക്രമിക്കാം. മുഹമ്മദ് റിയാസിൻ്റെ പടം വെച്ചിട്ട് വ്യാജമായിട്ട് ട്രോളുണ്ടാക്കാം. ദേശീയപാതയിൽ എന്തുണ്ടായാലും സംസ്ഥാന പാതയിലുണ്ടായാലും നഗര റോഡിലുണ്ടായാലും ഗ്രാമ റോഡിലുണ്ടായാലും വേട്ടയാടാൻ ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ഈ മന്ത്രിയും ഇതിനു മുമ്പുള്ളൊരു മന്ത്രി ജി സുധാകരനും എങ്ങനെയാണ് കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പിനെ മെച്ചപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ നാടിന് മുമ്പിലുണ്ട്. അത് മറന്നുകൊണ്ട് നിങ്ങൾ ഇത് കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തൃശ്ശൂരിലാണ് ഈ സംഭവം ഉള്ളതുകൊണ്ട് തൃശ്ശൂരിൽ തന്നെയുള്ള കോൺഗ്രസിൻ്റെ നേതാവ് ടി.എൻ. പ്രതാപനെയായിരുന്നു ചർച്ചയ്ക്ക് വിളിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ വന്ന ആ ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാവിൻ്റെ പ്രിയ നേതാവാണല്ലോ DCC പ്രസിഡന്റ് പ്രതാപൻ. അദ്ദേഹം കഴിഞ്ഞ ഏതാണ്ട് 9.5 കൊല്ലം മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ കേരളത്തിലെ റോഡുകളുടെ സ്ഥിതിയെക്കുറിച്ച് പറയുകയുണ്ടായി. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ ഇരുന്നാൽ കേരളത്തിലെ റോഡുകൾ ഇതിനേക്കാൾ അധപ്പതിച്ചു പോകുമായിരുന്നു എന്ന് ടി.എൻ. പ്രതാപൻ്റെ ഇൻ്റർവ്യൂ നമ്മുടെ മുമ്പിലുണ്ട്. ആ പരുവത്തിൽ കിടന്നിരുന്ന റോഡുകളെയാണ് കേരളത്തിലുള്ള 29,522 കിലോമീറ്റർ പൊതുമരാമത്ത് റോഡുകളിൽ 20,000 കിലോമീറ്റർ റോഡുകളും BMBC നിലവാരത്തിൽ ഈ മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ മുൻ മന്ത്രി ബഹുമാനപ്പെട്ട ജി സുധാകരൻ ചേർന്ന് നന്നാക്കി ഇന്നത്തെ പുതിയ രൂപത്തിലെത്തിയത് എന്ന് മറന്നുകൊണ്ട് സിസ്റ്റത്തെ തള്ളിപ്പറയരുത്. ആ സിസ്റ്റത്തിലേക്ക് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി വന്ന ശേഷം ഒരു പുതിയ സിസ്റ്റം കൂടെ ഉണ്ടാക്കി. സിസ്റ്റത്തെ പുച്ഛിക്കുന്ന ഹാഷ്മിക്ക് അത് ഞാൻ പറഞ്ഞു തരാം. ആരോഗ്യമന്ത്രി വീണ ജോർജ് റണ്ണിങ് കോൺട്രാക്റ്റാണ്. അത് വേറെ. ആ സിസ്റ്റത്തെക്കുറിച്ച് ഞാൻ വേറൊരു മറുപടി പറഞ്ഞോളാം. ഇപ്പം ഇന്ന് സിസ്റ്റമായിട്ട് എഴുന്നള്ളിയത് ഹാഷ്മിയാണല്ലോ. എനിക്കെന്താണ് നിങ്ങളെന്താണ് സിസ്റ്റം എന്ന് അത്ര അർത്ഥമുള്ളൂ. അപ്പോൾ ആ വ്യവസ്ഥയിലേക്ക് ഒരു പുതിയ വ്യവസ്ഥ ആര് കൊണ്ടുവന്നു? ആ പുതിയ വ്യവസ്ഥ ആര് കൊണ്ടുവന്നു? ആ കൊണ്ടുവന്നയാളുടെ പേരാണ് മുഹമ്മദ് റിയാസ്. അദ്ദേഹം കൊണ്ടുവരുന്ന വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ BMBC നിലവാരത്തിൽ പെടുന്ന റോഡുകൾക്ക് 5 കൊല്ലത്തേക്ക് റണ്ണിങ് കോൺട്രാക്റ്റാണ്. എന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തേക്കുള്ള റോഡിൽ ടെൻഡർ വിളിക്കാതെ തന്നെ ടെൻഡർ വിളിച്ച് കൊടുത്തിരിക്കുകയാണ്. ഈ റോഡ് 5 കൊല്ലം പരിപാലിച്ച് കിട്ടണം. ഇപ്പോൾ എവിടെ കുഴിയുണ്ടായാലും കരാറുകാരൻ അപ്പം തന്നെ വന്ന് അടച്ചോളും. ഇപ്പോൾ ഇതിവിടെ പരാതി വന്നു, മരണം കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ അവിടെ കൊണ്ട് ടാറിട്ടു. അത്ര ഒരു പരാതി ഇല്ലാതെ 20,000 കിലോമീറ്റർ റോഡിൽ ഈ സിസ്റ്റത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ശകല സമയം കൂടെ തന്നാൽ മതി. ഞങ്ങൾ കോൺഗ്രസ്സുകാരോട് പറയുകയാണ്, ഞങ്ങൾക്കൊരു ശകല സമയം കൊടുത്താൽ 9,522 കിലോമീറ്റർ റോഡ് കൂടി ആ സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം. ഈ ഗവൺമെൻറ് കാലാവധിയുള്ളൊരു 5-8 മാസക്കാലത്തിനിടയ്ക്ക് അതിലേതാണ്ട് ഒരു 10,000-3,000 കിലോമീറ്റർ കൂടെ നടപ്പാക്കി തരാം. ബാക്കി നടപ്പാക്കാൻ ഒരു ശകല സമയം കൂടെ തന്നാൽ മതി. അതുവരെ ഇത്തരം മരണങ്ങൾ ഉണ്ടാകാൻ പാടുണ്ടോ? പാടില്ല. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടുണ്ടോ? പാടില്ല. ഇവിടെ ഉണ്ടായത് ദാരുണ മരണമാണ്. പക്ഷേ അതിനൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം അതിവിടെ ഒരു ബസ് ഞാൻ പറയല്ല, കഴിഞ്ഞില്ല. ഇപ്പം അതിവിടെ ഒരു ബസ് പോയി. ആ ബസ് ആ റൂട്ടിലൂടെ പോകേണ്ട ബസ്സായിരുന്നോ? ഒരു പരിശോധന ആവശ്യമുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ബസ് പോകേണ്ട റൂട്ടായിരുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പ്രാഥമിക വിവരം. അല്ലെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രധാനപ്പെട്ട റോഡ് പണിയുമ്പോൾ ഒരു ഡൈവേർഷൻ റൂട്ടാണിത്. ആ ഡൈവേർഷൻ റൂട്ടിൽ നേരത്തെ ഡൈവേർഷൻ കൊടുത്തിരുന്നു, പിന്നീട് ഡൈവേർഷൻ മാറ്റിയിരുന്നു. ഡൈവേർഷൻ മാറ്റിയ ശേഷവും ഡൈവേർഷൻ റൂട്ടിലൂടെ വണ്ടി പോയതടക്കമുള്ള പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഈ ചർച്ചയിൽ ഇടയ്ക്ക് ഒരു അനന്തുവിൻ്റെ കാര്യം പറഞ്ഞു. നിലമ്പൂരിലെ അനന്തുവിൻ്റെ കാര്യവും സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണോ ഹാഷ്മി? വനമേഖലയിൽ
രാത്രിയായി കഴിഞ്ഞാൽ ആ വനമേഖലയോട് താമസിക്കുന്ന അവിടുത്തെ ഒരു പഞ്ചായത്ത് അംഗത്തിൻ്റെ പിന്തുണയോടുകൂടി അവിടുത്തെ ഈ കൊലയാളികളായിട്ട് പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ അവിടെ പന്നിയെ ഷോക്കറ്റ് പിടിക്കാൻ വേണ്ടി കെണിയുണ്ടാക്കി വെച്ചിട്ട് ഇലക്ട്രിക് ലൈനിലേക്ക് ഒരു തോട്ടി കൊളുത്തിയിടുന്നു. നിങ്ങൾക്കത് രാത്രിയിൽ പോയിട്ട് അവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ? അവിടെ സംഭവ സ്ഥലത്തുള്ളവർ പറഞ്ഞെന്താണ്, വൈകുന്നേരം സന്ധ്യ വരെ അങ്ങനെ ഒരു സംഭവം ഇല്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകത്തില്ല. ഈ കൂടെ പോയവർ പറഞ്ഞ് കേട്ടില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൂടെ പോയ ഈ സംഭവത്തിൽ അവരെ രക്ഷിക്കാൻ പോയവരടക്കം കൂടെ പോയവരടക്കം പറഞ്ഞു ഇങ്ങനത്തെ അപകടം അവിടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ചിന്തയുണ്ടായിരുന്നു, ഞങ്ങൾ ആ വഴിക്ക് പോകത്തില്ല. അപ്പം ഞങ്ങൾ യാദൃശ്ചികമായിട്ട് അതുവഴി പോയി. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇങ്ങനത്തെ അപകടം ഞങ്ങൾ കണ്ടില്ല. അവിടെ ഇപ്പോൾ കൊലയാളിയായിട്ടുള്ള ആൾ രാത്രിയിൽ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് ഇങ്ങനെ ലൈനിൽ തോട്ടിയിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുടനെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമായിട്ട് നിങ്ങൾ എണ്ണുമ്പോൾ ആ കൊലയാളിക്ക് കൂട്ടി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലല്ലോ, എല്ലാം പറഞ്ഞില്ലല്ലോ, ഓരോന്നിനും പറയാം. അത് മാത്രമാണ് അങ്ങേക്ക് സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞ പിഴവായിട്ട് തോന്നുന്നെങ്കിൽ ഓക്കെ, നല്ല കാര്യം. പക്ഷേ ഇവിടെ ഈ പന്നിക്കണി ഇല്ല, തേവലക്കര പോരാ. ഞാൻ അതിലേക്ക് പോരാം. ഈ പന്നിക്കണി, ഈ പറയുന്ന രീതിയിൽ പന്നിക്കണി അവിടെ ഇടുന്നുണ്ട് എന്ന കാര്യം നാട്ടുകാർ പലയാവർത്തി KSBയിലേക്ക് പറയുകയും പലയാവർത്തി പരാതിപ്പെടുകയും അതിന് നമ്മൾ ഇൻസുലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തോട്ടിയിട്ടാൽ താഴേക്ക് വരാതിരിക്കുകയും ചെയ്യുന്നൊക്കെ വാർത്തയൊക്കെ ഞാൻ അങ്ങനെ അയച്ചു തരാം. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. PK നവാസ് ഇവിടെ ഒറ്റ വാക്കേ ഉള്ളൂ. അങ്ങനെ KSBക്ക് പരാതി കൊടുത്തതിന്റെ ഒരു തെളിവ് അല്ല, രേഖാമൂലമൊന്നുമില്ല. രേഖാമൂലം പരാതി കൊടുത്തിട്ടൊന്നുമില്ല. അവിടെ നാട്ടുകാർ പറഞ്ഞ കാര്യമോ? ഞാൻ അവിടെ പോയാളാ. ഞാൻ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പോയ ആളാണ്. ഞാൻ നിലമ്പൂരിൽ പ്രചരണത്തിൽ പോയ ആളാണ് ശ്രീകുമാർ. എന്നോട് നേരിട്ട് ആൾക്കാർ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. എന്നോട് നേരിട്ട് ആൾക്കാർ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ശരി, ഓക്കെ. ശരി, ആയിക്കോട്ടെ. അത് കള്ളമായിരുന്നു. ഈ കോൺഗ്രസ്സുകാരെ രക്ഷിക്കാൻ പറഞ്ഞ കള്ളമാണ്. നിങ്ങൾ രേഖയില്ലാതെ കോൺഗ്രസ്സുകാരനെ രക്ഷിക്കാൻ അവർ പറഞ്ഞ കള്ളം ഇവിടെ പറയാൻ പാടില്ല. ഓക്കെ, എന്നോട് നാട്ടുകാർ നേരിട്ട് പറഞ്ഞ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞു. നാട്ടുകാർ നേരിട്ട് പറഞ്ഞു. നാട്ടുകാരല്ല ആയിക്കോട്ടെ സാർ. ശരി, കഴിഞ്ഞോ? PK നവാസ് ഇവിടെ ശ്രീ അനിൽകുമാർ BMBC റോഡിനെ പറ്റി പറയും. ഈ ഇടതുപക്ഷം നിർമ്മിച്ച റോഡൊക്കെ ഉണ്ട്. പക്ഷെ നാടുനീളം ഇറങ്ങിയ റോഡ് മൊത്തം കുഴിയാണ്. ഞാൻ പോകുന്ന ഒരു കാക്കനാട് റോഡ്, തൃക്കാക്കര റോഡാണ് കേട്ടോ. തൃക്കാക്കര ഒരു പടം കുഴിയാണ്, ഭീകര കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാട്ട് അവിടെ കിടക്കുകയാണ്. അതിൽ കാറ് പോയി കഴിഞ്ഞാൽ കുഴി വീണ് കഴിഞ്ഞാൽ കയറി വരണമെന്നുണ്ടെങ്കിൽ കാർ ഇരപ്പിച്ച് കയറണം. ബൈക്കുകാരനാണെങ്കിൽ വീഴും, മരിക്കുന്നവർ ഉറപ്പ്, ആരും മരിക്കാതിരിക്കട്ടെ. ഞാൻ ഈ ചർച്ചയിൽ പലയാവർത്തി പറയുന്നതാണ്, ആരെങ്കിലും വന്ന് ആ കുഴിയെ നടച്ചോട്ടെ എന്ന് പറഞ്ഞ കാര്യം. കാക്കനാട്, നമ്മുടെ കാക്കനാട് റോഡ് കുഴിയോട് കുഴിയാണ്. ആ തൃശ്ശൂർ അവിടെ മാത്രമൊന്നുമല്ല. എനിക്ക് ഫേസ്ബുക്കിൽ വന്ന അവിടുത്തെ മെസ്സേജ് ഞാൻ വായിക്കാൻ വേണമെങ്കിൽ കുഴിയോട് കുഴിയാണ്, മൊത്തം കുഴി. ഒരാൾ മരിച്ചു, അത് അടച്ചല്ലോ. തേവലക്കരയിൽ ഒരു കുഞ്ഞ് മരിച്ചു, അത് ശരിയാക്കുന്നുണ്ടല്ലോ. അവിടെ എന്താണ്, നിലമ്പൂരിൽ അനന്ത് മരിച്ചു, അത് ശരിയാക്കിയിട്ടുണ്ട്, ഇൻസുലേഷൻ ആക്കിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആൾ മരിക്കുമ്പോൾ ശരിയാക്കുന്നുണ്ടല്ലോ. പിന്നെ പ്രശ്നം എന്താ നിങ്ങൾക്ക്? PK നവാസ്, ശ്രീ ഹാഷ്മി, അനിൽകുമാറിന്റെ വാദങ്ങൾ ശരി, ഞാൻ PK നവാസിലേക്ക് പെട്ടെന്ന് തിരികെ എത്താം. അവരുടെ വിളക്ക് ശേഷം PK നവാസിലേക്ക് എത്താം. ശ്രീ PR ശിവശങ്കർ അതേ ചോദ്യം അതിനെ ചോദിക്കുകയാണ്. ഇപ്പോൾ നാട്ടിലെ പ്രതിപക്ഷത്തിന് നാട്ടിലൊരു മരണം ഉണ്ടാകുമ്പോഴേക്കും വല്ലാത്ത രീതിയിൽ ആനന്ദം ഉണ്ടാകുന്നുണ്ടോ? അതിനെ മുതലെടുക്കാൻ നാട്ടിലെ പ്രതിപക്ഷത്തിന് തോന്നുന്നുണ്ടോ? അതിൽ കലാപമാക്കിക്കൊണ്ട് പാർട്ടി മുഖപത്രം എഴുതിയതുപോലെ ഈ പറയുന്ന എന്താണ് മരണവ്യാപാരികളുടെ ആഭാസം നൃത്തമാക്കുന്നുണ്ടോ പ്രതിപക്ഷം? PR ശിവശങ്കർ ചേർത്ത് മറുപടി പറഞ്ഞോളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ശ്രീ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹാഷ്മി, നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രത്യേകം പിടിച്ച് കുറ്റം പറയുവാണെങ്കിൽ നമുക്കറിയാം കോടതി തന്നെ എന്താണ് സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞത്. ഈ കോടതി, ഇവിടെ സംസ്ഥാനത്തെ ഹൈക്കോടതി പറഞ്ഞത് ഇവിടുത്തെ കുഴി അടയ്ക്കുവാനായിട്ട് നിങ്ങൾക്ക് പണമില്ല, പക്ഷേ നിങ്ങൾക്ക് ഈ സംസ്ഥാനത്തെ വലിയ രീതിയിൽ ആഘോഷം നടത്തുവാൻ പണമുണ്ടാകുന്നു, റീൽസ് നടത്തുവാൻ 2 കോടി ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ഡയറക്റ്റായിട്ട് ഹൈക്കോടതിയുടെ തന്നെ ആരോപണം, പ്രതിപക്ഷത്തിൻ്റെ അല്ല, ഹൈക്കോടതിയുടെ തന്നെ ആരോപണം ഏറ്റുവാങ്ങിയ ഒരു സംസ്ഥാന ഭരണകൂടമാണ് ഇവിടെയുള്ളത്.
തൃശ്ശൂരെ തന്നെ മാത്രം കാര്യമെടുക്കൂ, നമുക്കറിയാം ഇത് മാതൃകാ റോഡാണ് ഇപ്പോൾ ഈ പറയുന്നത്, അത് പടിഞ്ഞാറക്കോട്ടയിലേക്കുള്ളത്. ഈ കഴിഞ്ഞ 2003 കാലഘട്ടത്തിൽ തൊട്ട് ഇതിനെക്കുറിച്ച് പല ടെൻഡറുകളൊക്കെ വരുന്നതാണ്. എത്ര തവണയായി ഈ ടെൻഡറുകളൊക്കെ മാറ്റിവെക്കുന്നു. ഇപ്പോൾ ആഷ്മി പറഞ്ഞ പോലെ തന്നെ കാക്കനാടേക്ക് മാത്രമല്ല, ഈ പുഴയ്ക്കൽ റോട്ടിലേക്ക് 4 കിലോമീറ്ററൊക്കെ ഓടാനായിട്ട് 2-2.5 മണിക്കൂറാണ് പിടിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തൃശ്ശൂർ ഭാഗത്ത് ഇത്തരത്തിലുള്ള നിർമ്മാണത്തിലെ അപാകതകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അത് 24 തന്നെ ഒരു ക്ലാസിക് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ആഷ്മിക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, മറ്റേ കുറുപ്പന്തറ റോഡ്, റൗണ്ടിൽ നിന്ന് കുറുക്കഞ്ചേരി വരേക്കുള്ള റോഡ് കോൺക്രീറ്റ് ഇട്ടിട്ട് അവിടെ കാന പണിയാനായിട്ട് മറന്നുപോയി എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ പണം മുഴുവൻ നശിപ്പിക്കുന്ന, എന്നിട്ട് ഇപ്പോൾ കാന പണിയുന്നു, ഇപ്പോൾ അവിടുത്തെ കടകൾ മുഴുവൻ അടച്ചിട്ടേക്കണം എത്രയും മാസങ്ങളായിട്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് സംസ്ഥാനത്തെ ഭരണകൂടം അല്ലെങ്കിൽ ഇതിൻ്റെ PWD വകുപ്പ് മന്ത്രി ഒന്നല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് കാര്യമായി ജ്ഞാനമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ വകുപ്പ് ഭരിക്കാൻ അറിയില്ല എന്നുള്ളത് തന്നെയാണ്, ഒരു സംശയവുമില്ല. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകൾ ഇപ്പം കാക്കനാടെ ആയാലും തൃശ്ശൂരെ ആയാലും അതുപോലെ തന്നെ കോഴിക്കോടെ ആയാലും അപകടങ്ങൾ, അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം അപകടങ്ങൾ മറ്റൊരു സർവേ കാണിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ 70% റൂറൽ റോഡുകളിലാണ്. 70% റൂറൽ റോഡുകളിൽ നിന്ന് പറഞ്ഞിട്ട് അതേ സർവേ തന്നെ പഠിപ്പിക്കുന്നത് ഇത് കൃത്യമായി പോലീസിൻ്റെയും അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കാര്യമായ നിയന്ത്രണമില്ലാത്തതും അവരുടെ സിഗ്നൽ ബോർഡ് ഇല്ലാത്തതും എല്ലാം കൊണ്ടുമാണെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ കീഴിലുള്ള സർവേകളിൽ പറയുന്നത്. അപ്പോൾ ഇത്തരം അപകടങ്ങളിൽ ഈ റോട്ടിലെ കുഴികൾ, നേരത്തെ ഹാഷ്മി പറഞ്ഞ പോലെ കുഴികൾ അടയ്ക്കാത്തതും കൃത്യമായി മെയിൻ്റെനൻസ് ഇല്ലാത്തതും, വലിയ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, മെയിൻ്റെനൻസ് ഇല്ലാത്തതും, അതുപോലെ തന്നെ ഈ 70% അപകടങ്ങൾ വരുന്ന റൂറൽ റോഡുകളിൽ നിയമങ്ങൾ പാലിക്കുവാൻ തയ്യാറാകാത്തതും കൃത്യമായി ബോർഡുകളും അതിൻ്റെ സൈഡ് കണക്ടിവിറ്റിയും അതുപോലെ തന്നെ സെൻറ്റർ ഡിവൈഡുകളും ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് കൃത്യമായി സർവേകൾ പറയുന്നു. ഞാൻ മറ്റൊരു കാര്യം കൂടി ഇവിടെ, അല്ലെങ്കിൽ സമയം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ നേരത്തെ പറഞ്ഞ സിസ്റ്റത്തെക്കുറിച്ചപ്പോൾ പറഞ്ഞു നിലമ്പൂരെ കാര്യം. എനിക്കറിയാം ഹാഷ്മി അവിടെ ഉണ്ടായിരുന്നതാണ്. അവിടെ നിലമ്പൂർ KSEBയെ കുറ്റം പറഞ്ഞതിൻ്റെ വീഡിയോ ഉള്ളത്. ആ കൂടെ അനന്തുവിൻ്റെ കൂടെ പരിക്കേറ്റ ഷാനുവിൻ്റെ അമ്മ രജനി കൃത്യമായി KSEBക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഉണ്ട്. ഒന്ന് അനിലും അവിടെ ഉണ്ടായിരുന്നാണല്ലോ, നമ്മൾ ഒരുമിച്ച് കണ്ടതുമാണ് പല സ്ഥലത്തും. അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ നിലമ്പൂരായാലും മറ്റു പല സ്ഥലങ്ങളിലും കൃത്യമായി KSEBക്കും അതുപോലെ തന്നെ PWDക്കും നിർമ്മാണ പ്രവർത്തനങ്ങളുള്ള അപാകതകൾ NH-നുണ്ട്. ഇപ്പോൾ പറയുമായിരിക്കും NH-നുണ്ടായിട്ടുണ്ട്. ഇത്തരം അപാകതകളെ കണ്ടുപിടിക്കുവാനായിട്ട് സംസ്ഥാനത്ത് കളക്ടർക്കല്ലേ അതിൻ്റെ ഏറ്റവും പരമ അധികാരമുള്ളത്. കളക്ടർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു റിവ്യൂ മീറ്റിംഗ് വിളിക്കാത്തത്? ഇത്തരം നിരന്തരമായി അപകടം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നിരന്തരമായി അവിടെ റോഡ് സേഫ്റ്റിക്ക് പ്രശ്നമുണ്ടാകുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടാകുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിന് മരിക്കാൻ കാരണം സമയനിഷ്ഠയ്ക്ക് കൃത്യമായി എത്തുവാൻ കാണിച്ച തൊഴിലാളി കാണിച്ച വ്യഗ്രത. 2.5-3 മണിക്കൂർ പിടിക്കുന്നു യാത്രയ്ക്ക്. കുഴികളെ ഓവർടേക്ക് ഒരു മാറ്റിയെടുത്തുകൊണ്ട് തൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് 2 വീലറിൽ യാത്ര ചെയ്യുന്ന ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ സ്ഥിതി. നമുക്ക് മറ്റൊരു കണക്ക് സൂചിപ്പിക്കുന്നത് ഇവിടെ 2 വീലറാണ് ഏതാണ്ട് 60% അപകടം, 70% അപകടം ഉണ്ടാകുന്ന മരിക്കുന്നത് ഹെൽമെറ്റ് ഉണ്ടായിട്ട് പോലും. അപ്പോൾ ഇത് ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികളെയാണ് ഇത് അപകടപ്പെടുത്തുന്നത്. 2, ഇത് സിസ്റ്റത്തിനോട് പറഞ്ഞിട്ടും ഒരു നടപടി എടുക്കുന്നില്ല. അത് മന്ത്രി തൊട്ട് മേയർ തൊട്ട് കളക്ടർ തൊട്ട് ഇങ്ങോട്ട് സാധാരണ KSEBയിലെ എഞ്ചിനീയർ വരെ ഇതിന് നടപടിയെടുക്കുന്നില്ല. 3, ഇതിൽ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും പൊതുവെ കുറ്റക്കാരാണ്. അവർ ഇത്തരത്തിലുള്ള നടപടിയെടുക്കുന്നില്ല. അത് KSEBയുടെ കാര്യത്തിൽ നമുക്ക് 2 പ്രാവശ്യമായിട്ട് അറിയാം. ഒരു സംശയവുമില്ല, ഇതിന് ഭരണകൂടങ്ങൾ എല്ലാം ഉത്തരവാദികളാണ്. കൃത്യമായ നടപടിയെടുക്കണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ സംസ്ഥാനത്തെ 30,000 കിലോമീറ്റർ റോഡുകൾ അത് കുഴികൾ അടയ്ക്കുവാൻ പൈസ ഇല്ല എന്ന് കൃത്യമായി സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. സർക്കാർ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ അടുത്ത് പണമില്ല, അത് കാരണം കുഴി അടയ്ക്കാൻ പറ്റുന്നില്ല, ചില റോഡുകൾ മാത്രമാണ് പണിതിട്ടുള്ളത്. അതിപ്പോൾ അനിൽ വേറൊരു കാര്യം പറഞ്ഞു, അതിലേതാണ്ട് 5800ഓളം കിലോമീറ്റർ, ആ കിലോമീറ്റർ ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പണം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, 15 പാലങ്ങളും. അപ്പോൾ ഇത്തരങ്ങളിൽ ഒരുപാട് വികസനം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ വികസനത്തിൻ്റെ ഗുണഫലം ഗ്രാമങ്ങളിലേക്കോ അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട റോഡുകളിലേക്ക് മാത്രമായിരിക്കുന്നു, ഗ്രാമങ്ങളിലേക്ക് മാറുന്നില്ല എന്നുള്ളതും മനസ്സിലാക്കണം. ഈ കുഴികൾ അടയ്ക്കുവാനായിട്ട് സംസ്ഥാന സർക്കാരിന് പണമില്ലെങ്കിൽ അത് റീലുണ്ടാക്കുവാനും വലിയ ഇന്നോവ കാറ് മേടിക്കുവാനും അതുപോലെങ്കിൽ ഓരോരോ മാസവും ശമ്പളം കൂട്ടുന്ന PSCയിലെ ചെയർമാനടക്കം 3 ലക്ഷവും 5 ലക്ഷവും ശമ്പളം കൂട്ടുന്ന ചില
IASകാർക്ക് 2 പെൻഷനും 2 ശമ്പളവും നൽകുന്ന ഈ രീതി, അല്ലെങ്കിൽ തങ്ങളുടെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ആടിനും പശുവിനും എല്ലാം താമസിക്കുവാനായിട്ട് വലിയ രീതിയിൽ എയർ കണ്ടീഷൻഡ് ഹോളുകൾ പണിയുന്ന ആ മാറ്റിയിട്ട്, ആർഭാടം മാറ്റിയിട്ട് സംസ്ഥാനത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക്, 2 വീലർമാർക്ക് കുഴിയിൽ വീഴാതെ സഞ്ചരിക്കാനുള്ള സിസ്റ്റം ഉണ്ടാക്കും. ശരി, ഞാൻ ശ്രീ പി കെ നവാസ് അങ്ങനെ പ്രശ്നം പരിഹരിച്ചെന്ന് തോന്നുന്നു. ശ്രീ പി കെ നവാസ്, ഇവിടെ അടുത്ത കെ അനിൽകുമാർ ഞാൻ ഓരോന്നോരോന്നെടുത്ത് പിഞ്ഞ് അല്ലെങ്കിൽ തുന്നിക്കെട്ടിയാന്ന് പറഞ്ഞ സംഭവങ്ങൾ, അത് ഒരുപാട് നാൾ സംഭവങ്ങളൊന്നുമല്ല. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലെ സംഭവങ്ങൾ മാത്രമാണ്. അതിൽ ഇനി കുഴികളിൽ വീണ് മാരകമായി പരിക്കേറ്റവരുടെ ലിസ്റ്റ് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ മതിയാവില്ല പി കെ നവാസ്. അപ്പോൾ പക്ഷേ ഈ മരണങ്ങളിലൊക്കെ ആ കുഴികൾ അടയ്ക്കുകയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബോർഡൊക്കെ വെക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേശീയപാത ആവട്ടെ അല്ലാത്ത റോഡുകളിലാവട്ടെ, ഇവിടെ നമ്മുടെ മന്ത്രി ജെ ചിഞ്ചുറാണി വക്കായിട്ട് സുംബ കളിച്ചെങ്കിലും അവിടെ ആ കുഞ്ഞ് മരിച്ചപ്പോഴത്തേക്കും അവിടെ ഈ രാത്രി അത് മാറ്റി. ആള് മരിക്കും മാറ്റുന്നുണ്ടല്ലോ പി കെ നവാസ്, സിസ്റ്റം ശരിയാവുന്നുണ്ടല്ലോ. ശ്രീ ഹാഷ്മി, കേൾക്കുന്ന പ്രേക്ഷകർക്കും പറയുന്ന താങ്കൾക്ക് പോലും ഈ പറയുന്ന വാദങ്ങളോടൊരു പുച്ഛം തോന്നുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എങ്ങനെയാണ് ഒരു സിസ്റ്റം, അവരുടെ ഭാഷ തന്നെ കടമെടുത്ത് പറഞ്ഞാൽ സിസ്റ്റം എങ്ങനെയാണ് ഇതിനോടൊക്കെ പ്രതികരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗതുകമായി നമുക്ക് തോന്നിയത്. കൗതുകമല്ല, യഥാർത്ഥത്തിൽ ഒരു വേദനയും വിഷമമായി നമുക്ക് തോന്നിയത്. ഇപ്പോൾ അറിയാമല്ലോ, നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു രോഗി മരിച്ചു, ബിൽഡിംഗ് തകർന്നു വീണ് രോഗി മരിച്ചു. ആദ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആരോഗ്യമന്ത്രി ശ്രീ വീണ ജോർജ് പറഞ്ഞൊരു മറുപടിയുണ്ട്, സർക്കാരിന് വീഴ്ചയില്ല, ആരോഗ്യവകുപ്പ് മികച്ച ആരോഗ്യവകുപ്പാണ്. അവരുടെ ആദ്യത്തെ പ്രതികരണമാണ്. അത് കഴിഞ്ഞ് നമുക്കറിയാം, കഴിഞ്ഞ 4 ദിവസം മുമ്പാണ് കീം എൻട്രൻസുമായി ബന്ധപ്പെട്ട് വിവിധ ചർച്ചകളുണ്ടായി. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 2 തവണ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. കേരള ഹൈക്കോടതിയെ ഒരു റാങ്ക് ലിസ്റ്റ് എടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ബിന്ദു മാധ്യമപ്രവർത്തകർക്ക് വന്നിട്ട് വന്നറിഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പിന് പരാജയമല്ല, സർക്കാരിന് വീഴ്ചയില്ല എന്നാണ്. ഇപ്പോൾ ഏറ്റവും ഇന്നിപ്പോൾ നമ്മൾ ശവസംസ്കരണ ചടങ്ങുകൾ നിർവഹിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, സഹപ്രവർത്തകൻ ഇന്നലെ സ്കൂളിലുമായി ബന്ധപ്പെട്ട് വൈദ്യുതി ലൈനിൽ തട്ടി മരണപ്പെട്ടു പോകുമ്പോൾ ഏറ്റവും വേദനാജനകമായ വാചകങ്ങൾ വലിഞ്ഞു കയറിയിട്ടാണ് മരണകാരണം സർക്കാരിൻ്റെ വീഴ്ചയല്ല എന്നല്ലേ മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞത്. അവിടെ പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആദ്യം പറഞ്ഞത് പിന്നെ അവർ അപ്പോൾ അത്തരത്തിൽ തിരുത്തട്ടെന്നേ, അവർ തിരുത്തേണ്ടി വരും. ഓരോ ഘട്ടത്തിലും ഇവർ ക്യാപ്സ്യൂളുകൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞ് എനിക്ക് കൗതുകം തോന്നുകയാണ്. ഒരു തിരഞ്ഞെടുപ്പ് വേളയിൽ നമ്മളൊക്കെ ചർച്ച ചെയ്തതല്ലേ, ആ മരണപ്പെട്ടു പോയ സുഹൃത്തിൻ്റെ കൂടെ പരിക്ക് പറ്റിയ സഹോദരൻ്റെ അമ്മ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞതല്ലേ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അത് ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ്, 8 നിലയിൽ പൊട്ടിയ തെരഞ്ഞെടുപ്പാണ്. എന്നിട്ട് ഇവിടെ വന്ന് അതേ പച്ചക്കള്ളം അന്ന് വനംവകുപ്പ് മന്ത്രി പറഞ്ഞ എന്താണ്, ഇത് UDF-ന്റെ ഗൂഢാലോചനയാണ്, UDF-ന്റെ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞു. പോട്ടെ, ആന ചവിട്ടി വയനാടിൽ ഒരു സുഹൃത്ത് കൊല ചെയ്യപ്പെട്ടു പോയപ്പോ എങ്ങനെ അല്ല ആ പരാതിപ്പെട്ടു എന്ന് പറഞ്ഞ അമ്മ കോൺഗ്രസ്സുകാരിയാണെങ്കിലോ അവർ കള്ളം പറയുകയാണെങ്കിലോ എങ്ങനെ അശ്മി? ആ പരാതിപ്പെട്ടു എന്ന് പറഞ്ഞ അമ്മ കോൺഗ്രസ്സുകാരിയാണെങ്കിലോ അവർ കള്ളം പറയുകയാണെങ്കിലോ പി കെ നവാസ്? അതെ, അല്ല അത്തരത്തിലുള്ള ക്യാപ്സ്യൂൾ അല്ല, അവർ കോൺഗ്രസ്സുകാരി ആണെങ്കിലോ എന്ന ചോദ്യത്തിന് ഉത്തരവുണ്ടെന്നേ. അവർ നല്ല 1-ാം നമ്പർ സഖാവായിരുന്നു എന്ന് അവിടുന്ന് തന്നെ വാർത്ത വന്നതല്ലേ, ആ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മളൊക്കെ ഉണ്ടായതല്ലേ, അവിടുത്തെ CPM പാർട്ടിയുടെ പ്രതിനിധികളുമായി ബന്ധപ്പെട്ടവരാണ് എന്ന് നമ്മൾ വാർത്ത പുറത്ത് വന്നതല്ലേ. അത്ര ക്യാപ്സ്യൂളൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നോക്കൂ, നിങ്ങൾ കോഴിക്കോട് ഒരു ഫാഷൻ പരേഡ് നടക്കുകയാണ്. ആ ഫാഷൻ പരേഡ് നടക്കുമ്പോഴാണ് വയനാട്ടിൽ ആന ചവിട്ടിയിട്ട് ഒരാൾ മരിക്കുന്നത്. അപ്പോൾ ആന ചവിട്ടി മരിച്ച വ്യക്തിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ട് പിന്നെ സ്റ്റേജിൽ കയറി ഫാഷൻ പരേഡിൽ പാട്ടുപാടുന്ന ഒരു മന്ത്രി, വനംവകുപ്പ് മന്ത്രിയെ കണ്ട നാടാണിത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു ഗവൺമെൻറ് എന്ന രീതിയിൽ ഈ സർക്കാർ അമ്പേ പരാജയമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ശ്രീ ഹാഷ്മി, നമുക്കറിയാം 22ാമത്തെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. 1957 സഖാ EMS നമ്പൂതിരിപ്പാടിൻ്റെ പ്രഥമ മന്ത്രിസഭ മുതൽ 2016 ശ്രീമാൻ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലുള്ള 60 വർഷക്കാലം, ഈ 60 വർഷക്കാലത്തിൽ കേരളത്തിൻ്റെ ആകെ കടമെന്ന് പറയുന്നത് 1.75 ലക്ഷം കോടി രൂപയാണ്. 60 വർഷക്കാലം സഖാബ് EMS മുതൽ ഈ നേരത്തെ പറഞ്ഞ ഉമ്മൻചാണ്ടി വരെയുള്ള 60 വർഷക്കാലം കേരളം ഭരിച്ചപ്പോൾ, വിവിധ കക്ഷികൾ മാറി മാറി ഭരിച്ചപ്പോൾ ആകെ ഉണ്ടായ കടം 1.75 ലക്ഷം കോടി രൂപയാണ്. എന്നാൽ ശ്രീ അനിൽകുമാർ പറഞ്ഞ ഈ പിണറായി വിജയൻ്റെ കാലം ഉണ്ടല്ലോ, കേരളം 9 വർഷക്കാലം 10-ാം വർഷത്തെ കടന്ന കാലം, ഈ 9 വർഷക്കാലം കഴിഞ്ഞ് 10-ാം വർഷത്തിൽ കടക്കുമ്പോൾ 3 ലക്ഷം കോടിയാണ് ഈ 9 വർഷത്തെ മാത്രം കേരള ഗവൺമെൻറ്റിൻ്റെ കടം. നോക്കൂ നിങ്ങൾ, 60 വർഷക്കാലം CPM-കാരനും CPI-കാരനും കുറച്ചു കാലം ഞങ്ങളും പിന്നെ കോൺഗ്രസ് ഒക്കെ ഭരിച്ചിട്ട് 60 വർഷക്കാലം കേരളത്തിൻ്റെ കടം 1.75 ലക്ഷം കോടി രൂപയാണ്. എന്നാൽ കഴിഞ്ഞ 9 വർഷക്കാലം മാത്രം പിണറായി ഭരിച്ച് 10-ാം വർഷത്തിൽ കടക്കുമ്പോൾ ആ ടേമിലെ മാത്രം കടമെന്ന് പറയുന്നത് 3 ലക്ഷം കോടി 2024 കണക്ക് പ്രകാരം കടന്നു. ഇത് 2025 അതിന് മുകളിലേക്ക് പോയിട്ടുണ്ടാവും. കണക്കുകൾ ഈ വർഷം പുറത്തു വരുന്ന പ്രതീക്ഷിക്കാൻ. ഞാൻ ആശ്മിയോട് ചോദിക്കട്ടെ, ഒരു ഗവൺമെൻറ് നമ്മൾ വിലയിരുത്തണ്ടേ, എന്ത് പദ്ധതിയാണ് ഈ 10 വർഷക്കാലത്തിനിടയിൽ ഇവിടെ കൊണ്ടുവന്നത്? കുറിച്ച് പറഞ്ഞല്ലോ,
ശരി, നമുക്ക് വിശാലമായ അർത്ഥത്തിലേക്ക് നമുക്ക് അടുത്ത റൗണ്ടിൽ സമയമുണ്ട് ഇപ്പോൾ. ഇരട്ടി കടം 10 വർഷം കൊണ്ട് ഉണ്ടായാൽ അതിനൊരു വികസനം നമ്മൾ ഈ കേരളത്തിൽ കാണണ്ടേ? ശരി, നമുക്ക് സമയമുണ്ടെങ്കിൽ അടുത്ത ഘട്ടത്തിൽ വിശാലമായ ചർച്ചയിലേക്ക് പോകാം. ശ്രീ രാജൻ കെ പല്ലൻ, ഇവിടെ എന്താണ് അവിടെ മാത്രം എനിക്ക് തോന്നുന്നു അവിടെ നാളെ ഏതോ 100 കുഴികളിൽ BJP എന്തോ സമരം നടത്തുന്നുണ്ട്. 100 കുഴികളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 100 കുഴികളിൽ ഒരേ സമയം എന്തോ സമരം BJP നടത്തുന്നുണ്ട്. ഉറപ്പായും അതിൽ രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ നടത്തുന്ന സമരത്തിൽ രാഷ്ട്രീയമുണ്ട്, എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട്. പക്ഷേ അവിടെ കുഴികളുണ്ട്. ആ കുഴികൾ ഉള്ളതുകൊണ്ടാണല്ലോ അവിടെ പോയി സമരം നടത്താൻ പറ്റുന്നത്. ശ്രീ രാജൻ കെ പല്ലൻ, ഇവിടെ നിങ്ങൾ ഈ കുഴികളെ പറ്റി പറയുമ്പോൾ, കുഴികളിൽ വീണ് ആളുകൾ മരിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ മേയർ പറയുന്നത് എന്താണ്? ഇപ്പം ഞാൻ പറയുന്നത് ഇത് ആരുടെ റോഡാണ്, ഇത് കോർപ്പറേഷൻ റോഡാണോ, PWD റോഡാണോ, എല്ലാവരുടെ റോഡാണോ, ദേശീയപാതയാണോ എന്നൊന്നും നോക്കാതെ കുഴികളിൽ വീണ് ആൾ മരിക്കുമ്പോൾ അത് പരിഹരിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണ്ടേ? രാജൻ കെ പല്ലൻ. കശ്മീർ, അതായത് ഇപ്പോൾ CPM-ന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞ എന്താ, ഇവിടെ മേയർ ചിരിക്കുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മേയർ PWD റോഡിലാണ് ഇന്ന് മരിച്ച ചെറുപ്പക്കാരൻ മരിച്ചത് എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമായി. കാരണം കോർപ്പറേഷൻ റോഡല്ലല്ലോ, ആശ്വാസമായി. നേരെ മറിച്ച് അതുപോലെ തന്നെ കോർപ്പറേഷൻ റോഡുകളിലെ കുഴികളിൽ വീണ ആൾ മരിക്കുമ്പോൾ PWD ഉദ്യോഗസ്ഥർക്കും പൊതുമരാമത്ത് മന്ത്രിക്കും ആശ്വാസം വരുന്നു. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ, CPM-ന്റെ പ്രതിനിധി മറുപടി പറയണം. അതായത് പൽപ്പിനി എന്ന് പറയുന്ന ഒരു സ്ത്രീ കുഴിയിൽ വീണ് ആക്സിഡന്റ് പറ്റി ഇന്ന് 7 വാരിയലൊടിഞ്ഞ് 20 സ്റ്റിച്ച് തലയിലിട്ട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. നമ്മൾ എന്തു ചെയ്തു? അവരെ കുറ്റം കൊണ്ടല്ല, കുഴിയിൽ വീണ് ആക്സിഡന്റ് മരിച്ചതാണ്, അപകടം പറ്റിയതാണ്. അശ്വനി ഹോസ്പിറ്റലിലെ തോമസ് എന്ന് പറയുന്ന വിയൂര് ജയിൽ സൂപ്രണ്ടായിരുന്ന അദ്ദേഹം കുഴിയിൽ വീണ് ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ബീന ഇന്ന് അശ്വനി ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്തു? ഗവൺമെന്റ് എന്ത് ചെയ്തു? പിന്നെ ഗുരുതരമായ പരിക്ക് പറ്റി സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീറാം വടക്കാഞ്ചേരിയിലുള്ള ക്ഷേത്രത്തിലെ മേൽശാന്തിയുടെ മകൻ ഇവിടെ തോളിൽ പൊട്ടി ഗുരുതരാവസ്ഥയിലിരിക്കുകയാണ്. ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ ഒരു കുഞ്ഞും അമ്മയും സ്കൂട്ടറിൽ പോകുമ്പോൾ ജൂബിലി ഹോസ്പിറ്റലിന്റെ മുമ്പിൽ വെച്ച് ആ വെടത്തെ കുഴിയിൽ വീണ് ഇപ്പൊ ജൂബിലി ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇവർക്കൊക്കെ നമ്മൾ എന്താ ചെയ്തേ? എന്ത് കുറ്റമാണ് അവർ ചെയ്തത്? നമ്മൾ നൽകിയ കോർപ്പറേഷൻ നൽകിയ അല്ലെങ്കിൽ ഗവൺമെന്റ് നൽകിയ റോഡിൽ കൂടി നികുതി അടച്ചെന്താ സ്കൂട്ടറിൽ യാത്ര ചെയ്താണോ കുറ്റം? ഞാൻ സമൂഹ മാധ്യമങ്ങളിലെ ഒരു തമാശ കണ്ടു. എന്താണെന്ന് അറിയാമോ? അവർ പറയുന്നത് ഇപ്പോൾ റോഡിലേക്ക് നടക്കാൻ ഇറങ്ങിയാൽ പട്ടി കടിക്കും, സ്കൂട്ടറിൽ കൂടി പോയാൽ കുഴിയിൽ വീണ് ആൾ മരിക്കും, ഏതെങ്കിലും മഴയത്തൊരു കെട്ടിടത്തിൽ കയറി നിന്നാൽ കെട്ടിടം വീണ് ആൾ മരിക്കും. എന്താ സ്ഥിതി, ഇന്നത്തെ സ്ഥിതി? അതായത് ഇന്ന് തൃശ്ശൂർ പട്ടണത്തില് ഞങ്ങൾ ഇന്ന് 2 ദിവസം കഴിഞ്ഞൊരു സമരം വെച്ചിട്ടുണ്ട്. അതായത് തൃശ്ശൂർ പട്ടണത്തിലെ സ്വരാജ് റൗണ്ട് അടക്കമുള്ള രാജവീതികളിലെ കുഴികളുടെ എണ്ണം കൃത്യമായി പറയുന്നവർക്ക് കുതിരപ്പവൻ സമ്മാനം കൊടുക്കാൻ പോവുക. കൃത്യമായ എണ്ണം പറഞ്ഞാൽ മാത്രം മതി. ഞങ്ങൾ പറയാൻ കാരണം കൃത്യമായ ഉത്തരം പറയാൻ സാധിക്കില്ല. പറയാൻ പറ്റില്ല. സ്വരാജ് റൗണ്ടിലടക്കം, MG റോഡിലടക്കം, പടിഞ്ഞാറക്കോട്ടടക്കം, കിഴക്കോട്ടടക്കം ഒരു കുതിരപ്പവന് സമ്മാനം തരാം. ഒരു കുതിരപ്പവൻ. അത് ആർക്കും കുതിരപ്പ കൊടുക്കേണ്ടി വരില്ലെന്ന് കോൺഫിഡൻസിലാണോ? ഇത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. കുഴികളാണ് അത് പറഞ്ഞാലും കുതിരപ്പവൻ വാങ്ങില്ല എന്ന കോൺഫിഡൻസിലാണോ കുതിരപ്പവൻ പ്രഖ്യാപിച്ചത്? പറയുന്നവർക്ക് ഒരു കുതിരപ്പവൻ സമ്മാനം കൊടുക്കും. കോൺഗ്രസ് കൗൺസിലർമാരെ, പ്രതിപക്ഷ നേതാവാണ് ഞാൻ കോർപ്പറേഷനിലെ, ഞാൻ പറയുന്നു. അതായത് അത്രമാത്രം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഒരാൾക്ക് പോലും കൃത്യമായ കുഴികളുടെ എണ്ണം എടുത്ത് പറയാൻ സാധിക്കില്ല. ഇപ്പൊ CPM-ന്റെ പ്രതിനിധി പറഞ്ഞു റണ്ണിംഗ് കോൺട്രാക്ടറാണ്. ഏത് റണ്ണിംഗ് കോൺട്രാക്ടർ? ഇവിടെ റണ്ണിംഗ് കൊടുത്തിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ തൃക്കാക്കല്ല കുഴി ഒന്നുകൂടെ പറയാം. ശരി, കോർപ്പറേഷനിൽ അങ്ങനെ റണ്ണിംഗ് കോൺട്രാക്ടർ ഇല്ല, എനിക്കറിയാം. ഓക്കെ, ഞാൻ ആ തൃക്കാക്കരയിലെ ആ കുഴിയുടെ ദൃശ്യങ്ങൾ നേരത്തെ കാണിച്ചു, ഒന്നുകൂടെ കാണിക്കാവോ? റണ്ണിംഗ് കോൺട്രാക്ടർ ഉണ്ടായിരുന്നുവെങ്കിൽ ഓക്കെ, ഇതാണ് കേട്ടോ. ശരി, ഓക്കെ രാജ, ഞാൻ എത്താം. ഇതാണ് കുഴികളിലൊന്ന്. രണ്ടാമത്തെ കുഴി ഈ കുഴിയാണ്. ഇതാണോ അപകട കുഴി? ഇതാണെങ്കിൽ ഇങ്ങനെ രാത്രി നമ്മൾ പോകുമ്പോഴത്തേക്ക് വെള്ളം നിറഞ്ഞു കിടക്കും. വീതി കുറഞ്ഞ റോഡാണ്, അങ്ങോട്ടേക്ക് വണ്ടി വെട്ടിക്കാൻ ഒരു നിർവാഹവും ഇല്ല. ഇതിങ്ങനെ വെള്ളം നിറഞ്ഞു കിടക്കും, ഒരു ലൈറ്റും ഒരു ചുക്കും ഇല്ല, ഒന്നുമില്ല. അവിടെ ഏതെങ്കിലും തരത്തിലൊരു മുന്നറിയിപ്പ് പോലെ ഒന്നുമില്ല. വെള്ളം നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം വേഗം ഒരു 50-60 മീറ്റർ സ്പീഡിൽ പോവുകയാണെങ്കിൽ ആ കുഴിയിലോട്ട് ആഞ്ഞ് ഇറങ്ങലല്ലാതെ ഇടത്തോട്ട് അല്ലാതെ ആ കുഴി മാറ്റം വെട്ടിച്ചാൽ ബാക്കി വരുന്ന വണ്ടി ഇടിക്കുന്നതിൽ ഒരു തർക്കം വേണ്ട. ബൈക്കുകാരാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ആ കുഴിയിൽ വീണാൽ തെറിച്ച് വീഴുമെന്നും ഒരുപക്ഷെ ജീവഹാനി സംഭവിക്കുന്നത് ഒരു തർക്കവുമില്ല.
ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തൃക്കാക്കരയിലെ തൃക്കാക്കര ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടുത്തെ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ മുന്നിൽ കൂടി പോകുന്ന റോഡാണ് ഈ കുഴി മാത്രം. ഇതിനേക്കാൾ വലിയ ആഴമുള്ള ഗർത്തങ്ങൾ പാതാളക്കുഴിയിൽ അങ്ങോട്ടുണ്ട് ആ റോഡിന്റെ. പലയാവർത്തം നമ്മൾ പറയുന്നതാണ്. ആരും അങ്ങോട്ട് വരുന്നുമില്ല, ആരും കാണുന്നും കേൾക്കുന്നു ഒന്നുമില്ല. പോട്ടെ, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഞാനത് എടുത്തു പറയാനുള്ള കാരണം ഞാൻ എല്ലാ ദിവസവും പോകുന്ന റോഡാണ്. ആ കുഴിയിൽ വീണ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. സംഭവിച്ചാൽ നമുക്ക് കുറ്റബോധം ഉണ്ടാവും. അത് പറഞ്ഞില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത കെ അനിൽകുമാർ, ഇവിടെ നിങ്ങളാണ് ഇവിടെ പ്രതിപക്ഷത്തിരിക്കുക എന്ന് കരുതുക, ഭരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് കരുതുക. തേവലക്ക പോലൊരു സംഭവം അക്കാലത്താണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ പരിപൂർണമായ സിസ്റ്റത്തിന്റെ പരാജയത്തിൽ ഒരു 8ാം ക്ലാസ്സുകാരൻ കൊല്ലപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ സിസ്റ്റം കൊല്ലുന്ന അവസ്ഥ ഉണ്ടാവുക എന്ന് കരുതുക. നിങ്ങൾ സമരത്തിനിറങ്ങില്ലേ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ? സമരം ചെയ്യുക എന്ന് പറയുന്നത് കേരളത്തിന്റെ പാരമ്പര്യമല്ലേ ശ്രീ കെ അനിൽകുമാർ? അതിനെ ഉടനെ മരണത്തിന്റെ ആഘോഷമാക്കുക എന്ന് പറയുന്നത് എന്ത് വിപ്ലവ സംസ്കാരമാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ? അല്ല, മരണത്തിൻ്റെ ആഘോഷമാക്കിയെന്ന് കോൺഗ്രസ്സാണ് പറഞ്ഞത്. ശരിക്കാന്ന് കോൺഗ്രസ്സാണ് പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. അപ്പം ഞാനാണോ ആഘോഷമാക്കിയത്? നിങ്ങൾ 4 പേരോട് കൂടി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രാഷ്ട്രീയം ഇവിടെ നിർമ്മിക്കുന്നു. ആ 4 പേർക്കൂടെ മറുപടി പറയാൻ എനിക്ക് 3 മിനിറ്റ് സമയം തരുന്നു. എന്നിട്ട് നിങ്ങൾ വലിയ ജനാധിപത്യം പറയുന്നു. അപ്പോൾ ഈ 3 ആളുകൾ ഇവിടെ പറഞ്ഞതിന് ഞാനൊന്ന് മറുപടി പറയാം. ആദ്യം ഹാഷ്മി ഒരു വലിയ മണ്ടത്തരം പറഞ്ഞു. ഞാൻ ഈ ചർച്ചയുടെ അവസാനം പോയപ്പോഴത്തേക്ക് ഹാഷ്മി പറയുന്നത് നിലമ്പൂരിൽ ഇൻസുലേഷൻ ഏർപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഏതിന്? വനമേഖലയിൽ പോകുന്ന മുഴുവൻ വൈദ്യുതി ലൈനിലും ഇൻസുലേഷൻ ഏർപ്പാട് ചെയ്തോ? അവിടെ കോൺഗ്രസ്സുകാർ ഈ എലിക്കണി ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടുത്തെ പന്നിക്കണി ഉണ്ടാക്കാൻ വേണ്ടി രാത്രിയിൽ കറണ്ട് എടുക്കുന്നതിന് ഒരുത്തം കേസ് പ്രതിയായിട്ട് അകത്ത് കിടക്കുക, അങ്ങനെ വെക്കാതിരിക്കാൻ വേണ്ടി ഇൻസുലേഷൻ ഏർപ്പെടുത്തിയോ? എന്താ നിങ്ങൾ ചാനൽ ചർച്ചയിൽ ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മറുപടി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്തു? പച്ച കള്ളല്ല നിങ്ങൾ എന്നെ ഇടപെടാൻ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ മറുപടി പറയാം. അല്ല, അനിൽകുമാർ പറയുമ്പോൾ ഇടപെട്ടു എന്ന് പറയുന്നില്ലെങ്കിൽ ഞാൻ മറുപടി പറയാം. മറുപടി എല്ലാം പറയാമോ? അല്ലല്ല, ശ്രീ അനിൽകുമാർ എന്നോട് ഞാൻ പറയുന്നത് മണ്ടത്തരം അല്ലെങ്കിൽ അബദ്ധം പറ്റി എന്നാണ്, അല്ലെങ്കിൽ ആ കുട്ടി പറ്റി, എനിക്ക് മറുപടി ഉണ്ട്. ഇൻസുലേഷൻ എനിക്ക് മറുപടി ഉണ്ട്. താങ്കൾ ഇടയ്ക്ക് ഇടപെടാന്ന് പറയാതിരിക്കുന്നതാണ്. ഇതിന്റെ മറുപടി ഉണ്ട്. ഇൻസുലേഷൻ സിസ്റ്റത്തിന്റെ പിഴവാണ് എന്ന് പറയാൻ എന്റെ തെളിവുണ്ട്. രണ്ടാമത്തെ കാര്യം, അത് തന്നെയാ പറയുന്നത്. അവിടെ ഇൻസുലേഷൻ ഏർപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്തിന് ഇൻസുലേഷൻ? അതായത് വൈദ്യുത ലൈൻ ഇൻസുലേഷൻ ഇതുപോലെ അവിടെ കിടക്കുന്നത്. അല്ല, സിക്കാൽക്ക് പറഞ്ഞാൽ ഞാൻ പറയട്ടെ. താങ്കൾ ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് ഇടപെടാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു കഴിയട്ടെ. താങ്കൾക്ക് അറിയില്ലെങ്കിൽ, താങ്കൾക്ക് ആ കാര്യം അറിയില്ലെങ്കിൽ താങ്കളാണോ ശരി? അല്ലല്ലോ അനിൽകുമാർ. ഞാനൊരു കാര്യം പറയുന്നു. ഒരു വൈദ്യുതി ലൈൻ എത്ര കിലോമീറ്റർ നീളമുണ്ട്? ആ നീളമുള്ള വൈദ്യുതി ലൈനിൽ മറ്റേ പന്നിയെ പിടിക്കാൻ വേണ്ടി താൽക്കാലികമായി തോട്ടുകൊണ്ട് സ്ഥാപിക്കും. കോൺഗ്രസ്സുകാരൻ ചെയ്തതാണ് നിലമ്പൂരിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്തു ഭരിക്കുന്നത്. ആ ചെയ്ത കാര്യം ഇല്ലാതെയാക്കാൻ ഇൻസുലേഷൻ ഏർപ്പെടുത്തി എന്നിവിടെ ഒന്ന് കാര്യം മനസ്സിലാക്കി പറയാൻ കുമാർ. 2 രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇൻസുലേഷൻ ഇല്ലാത്ത പഴയ രീതിയിലുള്ള സംവിധാനമാണ്. അവിടെ പഴയ സംവിധാനം മാറ്റി പുതിയ രീതി ഇൻസുലേഷൻ സംവിധാനമാക്കണമെന്ന് അവിടുത്തുകാർ നേരത്തെ പറഞ്ഞതാണ്. ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. പന്നിക്കണിയിട്ട് ആളെ പിടിക്കുന്നു എന്ന് പറയുന്നത് നേരത്തെ അവിടുത്തെ ആൾക്കാർ KSEBയുടെ ഫോണിലും അല്ലാതെയും പറഞ്ഞതാണ്. ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അനന്തുവിന്റെ കൂടെ മരിച്ച ആളുടെ അമ്മ പറഞ്ഞ കാര്യം പറയുന്നില്ലേ? അവരും കോൺഗ്രസ്സുകാരിയാണോ? കള്ളം പറയുന്നതാണോ അനിൽകുമാർ? ഒരു കാര്യം അറിയത്തില്ലെങ്കിൽ താങ്കളാണ് ശരിയെന്ന് ധരിക്കില്ലേ? ശരി, ഇനി ഇടപെടരുത്. ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞല്ലോ രജനി പറഞ്ഞ എന്താന്ന് ഞാൻ അങ്ങോട്ട് കേൾപ്പിക്കാം. രജനി എന്താ പറഞ്ഞെന്ന് അറിയാമോ? എൻ്റെ അയൽപക്കത്തുള്ളൊരു ചേട്ടൻ പറഞ്ഞു ഇലക്ട്രിസിറ്റി ബോർഡ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നുവെന്ന്. രജനി പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. രജനി ഒരു പരാതിയും കൊടുത്തിട്ടില്ല. അയൽപക്കത്തൊരു ചേട്ടൻ പരാതി കൊടുത്തിരുന്നു എന്ന് ആ ചേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടു എന്ന് രജനിയെ കൊണ്ട് ചാനലുകാർ പറയിപ്പിച്ചിട്ടുണ്ട്. ഒരാളും രേഖാമൂലം പരാതി കൊടുത്തിട്ടില്ല. ഞാൻ ആ KSEBയിലെ എഞ്ചിനീയറോട് ഫോണിൽ സംസാരിച്ചു. ഒരു പരാതിയുടെ കോപ്പി ഉണ്ടെങ്കിൽ INTUCയുടെ പ്രവർത്തകനാണ് അവിടുത്തെ എഞ്ചിനീയർ. അവിടുത്തെ KSEB ഓഫീസിലെ 38 ജോലിക്കാരിൽ 22 പേരും INTUC പ്രവർത്തകരാണ്. ഞാൻ നേരിട്ട് സ്പോട്ടിലുള്ളവരാ. എന്നോടാണോ ഇത് അറിയാൻ മേല എന്ന് പറയുന്നത്? അതുകൊണ്ട് ഇവിടെ പറഞ്ഞ കൂട്ടത്തിൽ ആലപ്പുഴയിൽ ഇതുപോലെ തന്നെ കെണി വെച്ചിട്ട് ഇൻസുലേഷൻ നിങ്ങളല്ലേ പറഞ്ഞത്? അല്ല, താങ്കളാ പറഞ്ഞത്. എന്നാ പിന്നെ ഇൻസുലേഷൻ ചർച്ച ചെയ്യാം. ഇൻസുലേഷൻ നടക്കും. നിങ്ങളാണ് ഇൻസുലേഷൻ പറഞ്ഞത്. നടക്കും, അതാ പറയുന്നത്. ഹാഷ്മി ഇവിടെ പറഞ്ഞു ഇൻസുലേഷൻ നടന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു വെച്ചില്ലെന്നാ പറഞ്ഞു. ഇൻസുലേഷൻ ഇല്ലായിരുന്നാ പറഞ്ഞു. സാറേ, ഇൻസുലേഷൻ എന്താണെന്നറിയോ? അതായത് കറണ്ട് ഇങ്ങനെ പോകുമ്പോഴേക്കും കറണ്ട് പുറത്തേക്ക് വരാതിരിക്കാനുള്ള സംവിധാനമാണ് ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തേവലക്കരയിലെ കുഞ്ഞിനെ കൊന്നില്ലേ സിസ്റ്റം.
ആ കുഞ്ഞിനെ കൊന്ന സിസ്റ്റത്തിന് ഈ KSEB അവരോട് വ്യാജം പറഞ്ഞത് ഇത് മാറ്റി ഞങ്ങൾ ഇൻസുലേഷൻ ഇട്ട് തരാം എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിൽ കയറി പിടിച്ചാലും ഒരു ഷോക്ക് അടിക്കില്ല എന്ന് പറഞ്ഞ ഇൻസുലേഷൻ ആണത്. അതാണ് ഇൻസുലേഷൻ എന്ന് പറയുന്നത് സംവിധാനം. അല്ല അതാണ് ഇൻസുലേഷൻ. ചർച്ചയുടെ അവസാനം പറഞ്ഞത് നിലമ്പൂരിൽ അവസാനം പറയട്ടെ. ഞാൻ ഡിഗ്രി ഫിസിക്സ് പഠിച്ച ആളാണ് കാശ്മീർ. BSc ഫിസിക്സ് എടുത്ത ഒരാളാണ് കോട്ടയം CMS കോളേജിൽ നിന്ന്. എന്നെ ഇൻസുലേഷൻ പഠിപ്പിക്കണ്ട. ഞാൻ പറയുന്നത് നിലമ്പൂരിൽ ഈ സംഭവം ഉണ്ടായ ശേഷം ഇൻസുലേഷൻ സ്ഥാപിച്ചു കാശ്മീർ പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ എന്റെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കേട്ടോ. ഇൻസുലേഷൻ ഉണ്ടാവേണ്ട സ്ഥലത്ത് ഇൻസുലേഷൻ ഉണ്ടായില്ല എന്നാ ആൾക്കാർ പറഞ്ഞത്. ഇൻസുലേഷൻ ഉണ്ടാവണം എന്നാ പറയുന്നത്. അപ്പൊ പന്നിക്കണി കിട്ടാലും കറണ്ട് താഴോട്ട് വരില്ല. പറയട്ടെ രണ്ട് കാര്യം കേൾക്ക്, അങ്ങോട്ട് കേൾക്ക്. നിലമ്പൂരിലെ വനമേഖല മുഴുവൻ കിലോമീറ്റർ നീളത്തിൽ ഇങ്ങനെ കോൺഗ്രസ്സുകാരിങ്ങനെ കെണി ഉണ്ടാക്കാതിരിക്കാൻ അല്ലെങ്കിൽ കറണ്ട് മൂട്ടിക്കാതിരിക്കാൻ വേണ്ടി ഇൻസുലേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? 2, ആലപ്പുഴ ജില്ലയിൽ ഒരാൾ ഇതുപോലെ വൈദ്യുതി ലൈനിൽ നിന്ന് കമ്പി വലിച്ചപ്പോഴത്തേക്കും ഷോക്കേറ്റ് ഒരാൾ മരിച്ചല്ലോ. അത് കോൺഗ്രസ്സുകാരനാണല്ലോ അവിടുത്തെ പ്രതി. ഷോക്കേറ്റാണല്ലോ മരിച്ചത്. തേങ്ങ എടുക്കാൻ പോയ പാവപ്പെട്ട ഒരാൾ. നിങ്ങളുടെ ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പമല്ലേ? അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഈ ചർച്ചയിൽ വന്ന രാഷ്ട്രീയത്തിന് ഞാൻ മറുപടി പറയാം. ഇനി ഇടപെടരുത്. ഒന്നാമത്തെ കാര്യം, BJPയുടെ പ്രകൃതി പറയുന്നത് എന്താണ്? BJPയുടെ പ്രകൃതി പറയുന്നത് ഹൈക്കോടതി ഏതാണ്ട് പറഞ്ഞു. ഞാൻ BJPയുടെ പ്രകൃതിയെ വെല്ലുവിളിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവിനകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ റീൽസ് എടുക്കുന്നതിനെക്കുറിച്ചോ കുഴിയുടെ കാര്യത്തെക്കുറിച്ചോ ഒരു കോടതി ഒരെണ്ണം പറഞ്ഞിട്ടില്ല. എന്നാൽ ചാനൽ ചർച്ചയുടെ തുടക്കത്തിൽ നിങ്ങളിങ്ങനെ കുറേ പരിപാടി നടത്തുമല്ലോ. ആദ്യം ഒരു മുഖവുര നടത്തുമല്ലോ, ഇൻട്രോ. നിങ്ങൾ ഇൻട്രോ നടത്തുന്ന പോലെ ഹൈക്കോടതിയിലൊക്കെ ചില ജഡ്ജിമാരിരുന്ന് ഇൻട്രോ നടത്തും. അത് കടലാസ കാണത്തില്ല. അത് പിറ്റേ ദിവസം പത്രത്തിൽ വരാനാണ്. അതൊരു കൃഷിയാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് കോടതിക്ക് ഉത്തരവാദിത്വം ഇല്ലാതെ പറയാം. ആരുടെ റീൽസിനെ കുറിച്ച് ഏത് കോടതിയാണ് പറഞ്ഞത്? ഏത് കോടതിയാണ് പറഞ്ഞത്? ഞാനൊരു രേഖയും കണ്ടില്ല. രണ്ടാമതൊരു കാര്യം, ബഹുമാനപ്പെട്ട BJP പ്രതിയോട് ഞാൻ പറയുകയാണ്, കേരളത്തിൽ 29,522 കിലോമീറ്റർ ദേശീയപാതയല്ല, സംസ്ഥാനത്തിൻ്റെ PWD റോഡാണ്. അതിൽ 20,000 കിലോമീറ്റർ പൂർത്തിയാക്കിയെന്നാണ് ഞാൻ പറഞ്ഞത്. ബാക്കി 9,522 നടപ്പാക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ നിങ്ങളുടെ ദേശീയപാത വരുന്നില്ലെന്ന്. ആ ദേശീയപാതയിലൊന്നും കുഴിയില്ലാത്തതുകൊണ്ട് ആ നരേന്ദ്രമോദിക്ക് ഇങ്ങനെ വളരെ എളുപ്പം അങ്ങ് വന്നു പോകാമല്ലോ. ആ ദേശീയപാത ഇങ്ങനെ മോദി വന്ന കൂടെ ഇങ്ങ് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അതിൽ നിന്നും കേരളത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു 6,250 കോടി രൂപ അങ്ങോട്ട് എണ്ണി വാങ്ങിച്ചു. എന്നിട്ട് ദേശീയപാതയിൽ എന്താ നിങ്ങൾ ചെയ്തത്? ഒരു റീച്ചിൽ അദാനിക്ക് 1,800 കോടിക്ക് കൊടുത്തു. അവിടെ അവർ 900 കോടിക്ക് മറിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ദേശീയപാത പണിയുന്നത് BJPയുടെ ദേശീയപാത പണിയാണ് കേട്ടോ, അദാനിക്ക്. മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് കേരളത്തിനകത്ത് ഇത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, പൂർത്തിയായിട്ടില്ല. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നതുകൊണ്ട് സമരം നടത്തുമോ എന്നാ ചോദ്യം. പ്രതിപക്ഷത്തിരുന്നാൽ ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നാലും ഭരണപക്ഷത്തിരുന്നാലും സമരക്കാരാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ബോധ്യം എന്താണ്? ഈ 9,522 കിലോമീറ്റർ ചെയ്യാനുണ്ട്. പക്ഷേ അതിന് കേരളം തകർന്നു. ഇവിടെ ഒരു കടത്തിൻ്റെ കണക്കൊക്കെ ബഹുമാനപ്പെട്ട ലീഗ് പ്രതിനിധി പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഇന്ന് കേരളത്തിൻ്റെ GDP എത്രയാണെന്നറിയോ? 14,24,000 കോടി. 14.24 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ GDP. ഉമ്മൻചാണ്ടി പോകുമ്പോൾ എത്രയാണ് GDP? ഉമ്മൻചാണ്ടി പോയതിന് ശേഷം കേരളത്തിൻ്റെ GDP ഗ്രോത്ത് 10 ലക്ഷം കോടി വളർന്നു. അതുകൊണ്ട് എന്താ കിട്ടുന്നത്? അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ നികുതി വരുമാന വളർച്ച കാണാം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ലാസ്റ്റ് ബഡ്ജറ്റ് 76,082 കോടിയാണ് എക്സ്പെൻഡിച്ചർ. ഇന്ന് 2 ലക്ഷം കോടിയായി. അതുകൊണ്ട് കേരളം തകർന്നു എന്നുള്ളത് നിങ്ങളുടെ ആഖ്യാനം വേണ്ട. 2, മെഡിക്കൽ കോളേജിൽ 60 കൊല്ലം മുമ്പുള്ള ഒരു കെട്ടിടം തകർന്നതോടുകൂടി കേരളത്തിൽ ഇനി ആരോഗ്യമേഖല കെട്ടിടങ്ങളില്ല. ഒരു റോഡിൽ 4 കുഴി കണ്ടാൽ ഉടനെ അവിടെ ഇനി റോഡിൽ കുഴി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കുഴി മാത്രം കാണുകയും പഴയ കെട്ടിടങ്ങൾ എന്തെങ്കിലും തകർന്നാൽ അതുമാത്രം കാണുകയും ഒരപകടം നടന്നാൽ അപകടം മാത്രം കാണുകയും ചെയ്യുമ്പോൾ അതൊക്കെ സത്യമാണ്. അതൊക്കെ പരിഹരിക്കേണ്ടതാണ്. ഇതൊക്കെ പരിഹരിക്കാൻ കഴിയും. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു 9 കൊല്ലത്തെ അധികാരം കൊണ്ട് മാത്രം ഇതെല്ലാം നിർവഹിക്കാനാകുമോ? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങൾ പറയുന്നത്, ഈ കേരള സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിന് ഇന്നത്തെ നിലവാരത്തിലേക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങളാണ് ചെയ്യാൻ കഴിഞ്ഞത്. ആ ചെയ്യാൻ കഴിഞ്ഞ ഞങ്ങളെ ആക്രമിക്കാൻ, അപമാനിക്കാൻ എന്തെല്ലാം നുണകൾ പറയുന്നു, അപമാനങ്ങൾ പറയുന്നു. ഇപ്പം ഈ ചർച്ചയിൽ ഒരു കാര്യമില്ലാതെ ഒരു കിമ്മുമായിട്ട് വന്നു.
അപ്പോൾ അത് എന്താ സത്യം എന്താണ്? കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് കേരള സിലബസുകാർക്ക് പരാതി, സ്റ്റാൻഡേർഡൈസേഷൻ വരുമ്പോൾ ഞങ്ങൾ തട്ടിപ്പോവും. അപ്പോൾ സർക്കാർ അവരുടെ പരാതി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചു, കോടതി സമ്മതിച്ചില്ല, അടുത്ത കൊല്ലം നടപ്പാക്കാം. അപ്പോൾ ഒരു ഗുണം കിട്ടി. ഏകപക്ഷീയമായി അല്ല, 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 നവാസ് അല്ല, ഞാൻ ഇടപെടാതിരിക്കുകയാണ്. അല്ല, അനിൽകുമാറിന്റെ അതിൽ പ്രതികരണം ഇല്ലാഞ്ഞിട്ടല്ല. ഇല്ല, 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 അതിൽ പ്രതികരണങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ഇടപെട്ട് അസമാധാനം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചില്ല. ഞാൻ നവാസിലേക്ക് ഒരു മറുപടി പറഞ്ഞോളൂ. അല്ലല്ല നവാസ്, ഞങ്ങളിലേക്ക് ഒരു മറുപടി പറഞ്ഞോളൂ. അൽകുമാർ പറഞ്ഞ് പൂർത്തിയാക്കും. ഇവിടെ കിമുമായി ബന്ധപ്പെട്ട് ഞാൻ 3 വാചകമേ പറയുള്ളൂ. ഒന്ന്, കേരളത്തിലെ സർക്കാർ സിലബസിലുള്ള അല്ല കേരള സിലബസിലുള്ളവർക്ക് പരാതിയുണ്ട്. ആ പരാതിയുടെ ഭാഗമായി ഉന്നയിച്ചത് കൊണ്ടാണ് ഒരു കമ്മിറ്റിയെ വെച്ചത്. ആ കമ്മിറ്റിയുടെ പ്രവർത്തനം നീണ്ടുപോയി എന്നുള്ള സത്യമാണ്. അതിൻ്റെ ഭാഗമായി ഈ കൊല്ലം തന്നെ നടപ്പാക്കാൻ സർക്കാർ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ ഭാഗമായി സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സ് പ്രോസ്പെക്ടസ് വന്നതിന് ശേഷമാണ് ചെയ്തത്. പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ അവകാശമുണ്ടെന്ന് എഴുതിയിരുന്നു, കോടതി സമ്മതിച്ചില്ല. അപ്പോൾ എന്ത് കിട്ടി? ഇപ്പോൾ സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സ് പുതിയ സംവിധാനത്തിലൂടെ എത്ര പേർക്കുണ്ടായി, കാണാനായി? പഴയ സംവിധാനം തുറന്നപ്പോൾ എത്ര പേർക്കായി? ഇപ്പോൾ വീണ്ടും കാണാനായി. ഇതിലൂടെ പഴയ സംവിധാനത്തിലെ സ്റ്റാൻഡേർഡൈസേഷനിലൂടെ ഇപ്പതാക്കും അതിൻ്റെ ഭാഗമായിട്ട് നടപടിക്രമങ്ങളിലേക്ക് പോയിരിക്കുന്നു. ചില പ്രശ്നമേ ഉള്ളൂ. ഇപ്പോൾ 2ാം റാങ്ക് 4ാം റാങ്ക് രണ്ടും ഒരുപോലെയാണ്. 2ഉം 4ഉം ഒരുപോലെയാണ്. കേരളത്തിൽ സർക്കാർ സിലബസ് പഠിക്കുന്ന കേരള സിലബസുകാരോടൊന്നോ CBSE-കാരോടോ വല്ല വ്യത്യാസമുണ്ടോ? പ്രശ്നം ഉയർന്നു നവാസ്, അവിടെ നിലമ്പൂരിൽ ഒരു യുവാവ് കൊല്ലപ്പെടുന്നു, നിങ്ങൾ പ്രതികരിക്കാൻ പാടില്ല, സമരമരുത്. കാര്യം ആ സമരമായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മരണ വ്യാപാരികളുടെ ആവാസം നൃത്തമാകും. കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ബിൽഡിംഗ് ഇടിഞ്ഞു വീണാൽ പ്രതിപക്ഷം സമരം ചെയ്യരുത്, സമരം ചെയ്താൽ അത് പ്രതിപക്ഷ മരണ വ്യാപാരികളുടെ ആവാസം നൃത്തമാകും. തേവലക്കരയിൽ ഒരു പാവം പയ്യൻ, 8ാം ക്ലാസ്സുകാരൻ, ജീവിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അവൻ്റെ യാത്ര കണ്ടില്ലേ? ആ യാത്ര കണ്ടും പ്രതിപക്ഷം സമരത്തിനിറങ്ങരുത്. സമരത്തിനിറങ്ങാതെ കെ അനിൽകുമാർ പറയുന്നത് എന്താണ്? 9 വർഷം കൂടി പ്രശ്നമൊക്കെ പരിഹരിക്കാൻ ഒരു സർക്കാരിന് പറ്റുമോ? മറ്റൊരു 5 വർഷം കൂടി കൊടുക്കണം. പി കെ നവാസ്. ആദ്യമായി ശ്രീ ആഷ്മി, ഞാൻ ശ്രീ അനിൽകുമാർ പറഞ്ഞ വാചകങ്ങൾക്ക് ചില മറുപടികൾ പറഞ്ഞോട്ടെ. ഒന്ന്, ചാനൽ ചർച്ചയായിരുന്നു എങ്ങനെയാണ് ഇത്ര വെടുപ്പായി കളവ് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ആഷ്മി, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് മാത്രം ഞാൻ കളവ് തിരിച്ചുകൊണ്ട് ഓരോ വാചകത്തിലും ഓരോ സെക്കൻഡിൽ അദ്ദേഹം കളവല്ലേ പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കേരളത്തിലെ കീമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 12 വർഷമായി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പരാതിയുണ്ടെന്ന്. ഹാഷ്മിയുടെ ശ്രദ്ധപ്പെട്ടിരുന്നു അങ്ങനെ ഒരു പരാതി? എന്നാ പരാതി വന്നത്? 2012 കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് 50-50 എന്ന് പറഞ്ഞ റേഷ്യോയിൽ നമ്മൾ ബോർഡ് എക്സാമിനെയും അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിനെയും എടുത്തു. 2021 പരാതി വരുന്നത്. ശനികുമാർ, നിങ്ങൾ കളവ് പറയരുത്. സ്വാഭാവികമായി ഞങ്ങളുടെ ഒരു ചോദ്യമുണ്ട്. 2021, 22, 23, 24 4 വർഷം തുടർച്ചയായി പരാതി ഉണ്ടായി. 5ാം വർഷവും പരാതി ഉണ്ടായി. എന്തിനാ 5 വർഷം കാത്തിരുന്നത് ഒരു പരാതി പരിഹരിക്കാൻ? ഇനി പരിഹരിക്കാൻ നിങ്ങൾ ചെയ്ത കാര്യം എന്താ? നിങ്ങൾ എത്ര ഭംഗിയായിട്ട് അപ്പോൾ കളവ് പറഞ്ഞു പോയത്. ഞങ്ങൾ സ്റ്റാൻഡേർഡൈസേഷൻ ഫോർമുല നോർമലൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ കാര്യം നടത്തി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ സ്വാഭാവികം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ശനിൽകുമാറെ, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത്? അതൊരു ചോദ്യമായിരുന്നില്ലേ? നമ്മുടെ കമ്മിറ്റിയെ വെച്ചു, കമ്മിറ്റി 2 യോഗം ചേർന്നു, എന്നിട്ട് കമ്മിറ്റി 4 ഈ പറയുന്ന സ്റ്റാൻഡേർഡൈസേഷൻ ഫോർമുല 4 ഫോർമുലകൾ മുന്നോട്ട് വെച്ചു. എന്നിട്ട് കമ്മിറ്റി തന്നെ പറഞ്ഞു 3 ഫോർമുല അത് അപ്ലിക്കൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന്. 4ാമത്തെ ഒരു ഫോർമുല വെച്ചിട്ട് എന്താ കമ്മിറ്റിയുടെ കൺക്ലൂഷൻ? 9 പേജുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? 4ാമത്തെ ഫോർമുല തന്നെ ഇനിയും കൂടുതൽ ചർച്ചകൾ നടത്തിയിട്ട് 1624 സാമ്പിൾ ടെസ്റ്റുകൾ മാത്രമേ ഞങ്ങൾ നടത്തിയിട്ടുള്ളത്, പോരാ, ഇനിയും കൂടുതൽ ടെസ്റ്റുകൾ നടത്തിയ ശേഷം അത് ചെയ്യാവൂ എന്ന് പറഞ്ഞു വെച്ച റിപ്പോർട്ടിനകത്ത് നിന്നാണ് നിങ്ങൾ നീറ്റിലേക്ക് 1:1:1 എന്നെടുത്ത് 5:3:2 കൊണ്ടുവരുന്നത്. പ്രതിപക്ഷം ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ 5:3:2 കിട്ടിയത്? അല്ല, ഭംഗ്യം തന്നെയാണ്, കളവ് പറഞ്ഞു പോകല്ലേ. ഇവിടുത്തെ 10-25,000 പറഞ്ഞ വിദ്യാർത്ഥികളുടെ പഠനത്തിൽ വലിയ ആശങ്ക ഉണ്ടാക്കി. ഇപ്പോൾ അവരെന്താ ചെയ്യുന്നത് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഈ കീമുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ നടക്കുന്നുണ്ടല്ലോ, അതിൽ കിട്ടുന്ന 4,000-5,000 കുട്ടികൾ അഡ്മിഷൻ കഴിഞ്ഞാൽ ബാക്കി കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടുത്തെ ആർട്സ് കോളേജിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്തു, ഇവിടുത്തെ കുസാറ്റിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്തു, മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് അഡ്മിഷൻ ക്ലോസ് ചെയ്തു. ഈ കുട്ടികൾ ഇന്ന് അനാഥമാണ്. ഒരു വർഷം അവർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിനെയാണ് ഭംഗ്യം തരാണ് നിങ്ങൾ എത്ര മനോഹരമായി കളവ് പറഞ്ഞു പോകുന്നത് മാത്രമാണോ? നിങ്ങൾ പറയുന്നത് കേരളത്തിലെ ഗവൺമെൻറ് വളരെ സംഭവമാണ്, ഞങ്ങളെല്ലാം ചെയ്തു പോയി എന്നാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞങ്ങളുടെ കണക്കൊക്കെ വിട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്കെടുക്ക് ശ്രീ അനിൽകുമാർ. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് UDF ഭരിക്കുമ്പോൾ 2016 ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ 7.4 നിങ്ങൾ ഭരിക്കുമ്പോൾ 10.2. ഈ സർക്കാരാണോ മികച്ച സർക്കാർ നിങ്ങൾ പറഞ്ഞത്? യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 32% കേരളത്തിനത്. ഇപ്പോൾ ഞങ്ങൾ പറയുന്ന കണക്കല്ല, ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്ക് വെബ്സൈറ്റിലുണ്ട്, പോയെന്ന് പരിശോധിക്കണം.
അത് പരിശോധിക്കുക നിങ്ങൾ. വുമൺ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 8.2 ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത്, ഇപ്പോൾ 14.7. ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ GSDP കണക്ക് നേരത്തെ താങ്കൾ പറഞ്ഞു. എന്ത് വിചിത്രമായ വാദ താങ്കൾ പറയുന്നത് ഞാൻ ആലോചിക്കുന്നത്. 7.5 നിന്ന് 6.1 GSDP കഴിഞ്ഞ വർഷം കുറഞ്ഞു. അനിൽകുമാർ, നിങ്ങൾ എവിടെ നോക്കിയത് വായിക്കുന്നത്? 1.4% കുറവാണ് കേരളത്തിന്റെ GSDPക്ക്. അത് മാത്രമല്ല, നാഷണൽ ആവറേജ് എത്രയെന്നറിയോ? നാഷണൽ ആവറേജ് 7. ഇപ്പോൾ കേരളത്തിന്റെ GSDP 6.1. എവിടുന്നാണ് നിങ്ങൾക്ക് ഈ കണക്ക് കിട്ടുന്നത്? അവിടെ മാത്രമാണോ? നോക്ക്, നിങ്ങൾ എല്ലാ മേഖലയും എടുക്കും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ നിലമ്പൂരിൽ കോൺഗ്രസ്സുകാരനായ ഒരാൾ പന്നിക്കണി വെച്ചതാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വാദത്തിന് വേണ്ടി സമ്മതിച്ചു തന്നാൽ ആഭ്യന്തര വകുപ്പ് നിങ്ങളുടെ കയ്യിലല്ലേ, ഞങ്ങളുടെ കയ്യിലാണോ? എത്ര വർഷമായി, എത്ര മാസമായി തിരുവനന്തപുരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്? ഈ പ്രശ്നം കഴിഞ്ഞ് 2 മാസമായല്ലോ. എന്ത് ആഭ്യന്തര വകുപ്പ് എന്തേ മാരാർജി ഭവനിലൊന്ന് പിന്നെ മാരാർജി ഭവനിലൊന്ന് CPM ഓഫീസിലേക്ക് കൊണ്ടുവന്നിട്ട് ആ കോൺഗ്രസ്സുകാരൊന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് ഇത് കോൺഗ്രസ് ആണെന്ന് മാധ്യമങ്ങളോട് കൃത്യമായി പറയാൻ വേണ്ടിയില്ലായിരുന്നോ? അതിനുപോലെ നിങ്ങൾ കഴിയുന്നല്ലോ. നിങ്ങൾ ഇങ്ങനെ ഒഴുങ്ങിക്കളിക്കുകയാണ്. ഞങ്ങൾക്കത് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വിദ്യാർത്ഥി മരണപ്പെട്ടു പോയപ്പോൾ ഈ ആശ്മീർ ഉൾപ്പെടെയുള്ള ചാനലുകാർ നിങ്ങളുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതിൽ പ്രതികരണം ഉണ്ടോ? ഓ എന്ന് പറയുന്നൊരു വാചകം പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പോവാൻ. ഒരു തമ്പുരാന്റെ ഭാഷയും ഒരു തമ്പുരാന്റെ ശൈലിയിലും കേരളത്തിലെ മുഖ്യമന്ത്രി പോകുമ്പോൾ അദ്ദേഹത്തിന് അനുയായ താങ്കളെ പോലുള്ള ആളുകൾ ഒരു ഉളുപ്പില്ലാതെ ഇവിടെ വന്ന് സഞ്ചരിക്കാൻ കഴിയുന്ന ഞാൻ പക്ഷേ പറയുന്നത് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്, ഞാൻ ഈ ചർച്ചയിലെ 3-ാം തവണ പറയുകയാണ്, തൃക്കാക്കർ റോഡാണത്. കുറെ നാളായി ആ തൃക്കാക്കർ റോഡ് അങ്ങനെ തന്നെ കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് ഈ റോഡ് പണിയുന്നില്ലെങ്കിൽ ഈ റോഡിൽ ഒരു ജീവൻ പൊലിഞ്ഞ വാർത്ത വായിക്കേണ്ട എന്താണ് ദൗർഭാഗ്യം നമുക്ക് തന്നെ ഇവിടെ നിന്നുണ്ടാവും. എത്രയും പെട്ടെന്ന് നമ്മൾ ഈ കാണുന്ന കുഴി ശരിയാക്കിയില്ലെങ്കിൽ ആ റോഡിൽ ഒരു ജീവൻ പൊലിഞ്ഞ വാർത്ത വായിക്കേണ്ട അവസ്ഥ നമുക്ക് തന്നെ ഉണ്ടാവും. ആരുടെ റോഡാണെങ്കിലും അത് ഇത് പണിയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാര്യം ഒരു ജീവൻ പൊലിയാതിരിക്കാൻ പറയുന്നതാണ്. തിരികെ എത്താൻ ഇടവേളയ്ക്ക് ശേഷം പി ആർ ശിവശങ്കർ, ഈ ചർച്ച തുടങ്ങിയപ്പോൾ ഈ സമയം വരെ തൃശ്ശൂരിൽ നിന്നും എത്ര പേരാണെന്നറിയോ മെസ്സേജ് അയക്കുന്നത്? ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അല്ലാതെയും ഒക്കെ. അത്ര വ്യാപകമാണ് അവിടുത്തെ പ്രശ്നം. അതിനി ഇനി അത് കോർപ്പറേഷൻ റോഡാണെങ്കിലും അത് PWD റോഡാണെങ്കിലും അത് ദേശീയപാതയാണെങ്കിലും ഇതൊന്നും അല്ലെങ്കിലും അത്ര മാരകമാണ് അവിടുത്തെ പ്രശ്നം. പി ആർ ശിവശങ്കർ, ഒരു സംശയമില്ല ലാഷ്മി, എനിക്കും അവിടുത്തെ കൗൺസിലർമാർ നിരന്തരമായി, അവിടുത്തെ കൗൺസിലർ, സീനിയറായിട്ടുള്ള കൗൺസിലർ ആതിരയൊക്കെ നിരന്തരമായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ദീർഘമായി പറയാനുണ്ട് അതിനെക്കുറിച്ച്. പല റോഡുകളും, പ്രത്യേകിച്ച് മറ്റേ പുഴയ്ക്കൽ റോഡ് ഇതുവരെ പൂർത്തിയായിട്ടില്ല. പൂർത്തിയാക്കിയ പല റോഡുകൾക്കും ക്വാളിറ്റി ഇല്ല. അതുപോലെ തന്നെ മുൻകൂർ അനുമതി മേയർ നൽകുന്നില്ല, പെട്ടെന്ന് നന്നാക്കാനുള്ള അനുമതി നൽകുന്നില്ല, അനുമതി നൽകിയാൽ തന്നെ പണം നൽകുന്നില്ല. ഇത്തരത്തിലുള്ള ധാരാളം ഡയറക്റ്റായിട്ട് അവർ കൊടുത്ത പരാതികളടക്കം ധാരാളം ഇതുവരെ കേസ് വരുന്നു. അതുപോലെ തന്നെ വിഷ്ണുദത്തനെന്ന് മരിച്ച ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് ഇതുവരെ മേയറും പോയിട്ടില്ല. മറ്റുള്ളവരെ കുറിച്ച് മേയർ ഇതുവരെ പോയിട്ടില്ല. ആ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന അമ്മയെ കാണാനായിട്ട് ഇതുവരെ പോയിട്ടില്ല. അവിടുത്തെ കൗൺസിലർ തന്നെയാണ് എന്നോട് ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അവിടുത്തെ മേയറും ഇതിനെതിരെ ഇത്തരത്തിലുള്ള അപകടങ്ങളെ, ഇത്തരത്തിലുള്ള അവിടുത്തെ ഉണ്ടാകുന്ന വലിയ കുറ്റകൃത്യങ്ങളെ അവർ മാറ്റിവെക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവിടെ കാണാതിരിക്കാൻ ശ്രമിക്കുന്നു. മേയറും അതിൽ വളരെയേറെ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. കാര്യത്തിൽ യാതൊരു സംശയമില്ല. സംസ്ഥാന ഭരണകൂടത്തെ പോലെ തന്നെ അവിടുത്തെ മേയറും ഇക്കാര്യത്തിൽ തീർച്ചയായും കുറ്റവാളികളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ അവിടുത്തെ പല കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ 2 കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്. ഒന്ന്, BSc ഫിസിക്സ് പഠിച്ച എൻ്റെ അടുത്ത സുഹൃത്ത് അനിൽ, അദ്ദേഹം ഈ കോടതിയിലെ രസതന്ത്രം പഠിക്കാൻ മറന്നുപോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എത്ര അനുചിതമായ, എത്ര മോശമായ പരാമർശമാണ് അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിമാരെ കുറിച്ച് പറഞ്ഞത്. ഹൈക്കോടതി ജഡ്ജിമാർ കൃഷി ചെയ്യുന്നു എന്ന് അനിൽകുമാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതാണോ ഒരു ഹൈക്കോടതി ജഡ്ജിയെക്കുറിച്ച് താങ്കളെപ്പോലുള്ള ഒരു ഏറ്റവും മാന്യനായ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, കോടതിയിലൊക്കെ പോയി നല്ല പരിചയമുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ പറയേണ്ടത്? ഹൈക്കോടതി ജഡ്ജിമാർ കൃഷി നടത്തുന്നുണ്ട്, അവരത്തരത്തിലുള്ള പ്രയോഗം നടത്തുന്നുണ്ട്. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് വാക്കാൽ പ്രയോഗമുണ്ടായിരുന്നു. അത് ഇത് ഈ റീല് നടത്തുന്നതിനെ കുറിച്ചിട്ടില്ല. ആഘോഷങ്ങൾ നടത്തുന്നതിന് പണമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പല തെളിവുകളും പല കോടതിയിലുമുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. താങ്കൾ അതിനെ ഹൈക്കോടതി ജഡ്ജിമാർ ചില രാഷ്ട്രീയമായി കളിക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ മീഡിയയിൽ ചാൻസ് കിട്ടാൻ പറ്റുന്ന കൃഷി എന്നുള്ള പ്രയോഗം, അത് എത്രത്തോളം ശരിയാണ്? അത് ഹൈക്കോടതിയെയും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെയും താങ്കളും താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയും അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? താങ്കൾ ഒരു മാന്യനാണെങ്കിൽ അതിനെ മാപ്പ് പറഞ്ഞു ഇൻട്രോയോട് ചേർത്ത് പറഞ്ഞു പോയതാവില്ലേ ഹാഷ്മി? സമയം കരക്കും. അതെന്റെ ഇൻട്രോയോട് ചേർത്ത് പറഞ്ഞത് കാരണം അങ്ങനെ അല്ലെ, അതെന്റെ ഇൻട്രോയോട് ചേർത്ത് പറഞ്ഞതായത് കാരണം ഞാൻ ബഹുമതിയായിട്ട് എടുത്തത്. കാര്യം ഹൈക്കോടതി പറയുന്ന വിമർശനങ്ങളും എൻ്റെ ഇൻട്രോ ഒരുപോലെ ആണെന്നൊക്കെ പറയുന്നത് ഞാൻ ബഹുമതിയായിട്ട് എടുത്തേ. പി ആർ ശിവശങ്കർ,
അല്ല, അത് എനിക്ക് തോന്നുന്നില്ല അതിന് അത്തരത്തിലുള്ളൊരു അർത്ഥമാണെന്നും, അല്ലെങ്കിൽ ഹാഷ്മിയുടെ വാക്യം കേട്ടില്ല. പക്ഷേ അങ്ങനെയാണെങ്കിലും ഹാഷ്മി പറഞ്ഞതാണെങ്കിൽ ഹാഷ്മിയും കൂടെ അത്തരത്തിലുള്ള ഒരു പ്രയോഗം തെറ്റാണ് എന്ന് ജനങ്ങളോട് പറയാൻ തയ്യാറാവണം. ഹൈക്കോടതിയെ പോലുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയെ നമ്മൾ ഇങ്ങനെ ചാനൽ ചർച്ചയിൽ നിന്ന് പരസ്യമായി അവഹേളിക്കുന്നത് ശരിയല്ല. ഒരൊറ്റ കാര്യം കൂടി, ഒറ്റ ലൈനും കൂടി. ഈ GST കാര്യമൊക്കെ പറയുമ്പോൾ നാഷണൽ GST ഹാസ് ബീൻ ഇംപ്രൂവ്ഡ് 7.41 കോടിയിൽ നിന്ന് 22 കോടിയായി. അപ്പോഴാണ് സംസ്ഥാനത്തെ കൂടുന്നില്ല. ബീഹാർ വരെ കൂടിയിട്ടുണ്ട്. അനിൽകുമാറെ, ഈ കഥയൊക്കെ ഞങ്ങൾക്കും ധാരാളം പറയാം. ഞാൻ GST കഥ പറയുന്നില്ല. അത് GST കഥ കണക്കൂട്ടിയൊന്നും പറയുന്നു വേണ്ട. അത് എങ്ങനെയാണെന്നുള്ളതും ഞാൻ സമയം കിട്ടുമ്പോൾ പറയാം. താങ്കൾക്ക് സമയം ഇപ്പോൾ പറ്റുമെങ്കിൽ ആ മാപ്പും കൂടെ പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും സമയം എടുത്ത് സംസാരിച്ച് ഇടപെട്ടതേ ഇല്ല. രണ്ട് വാക്ക് കോടതിയെ പറ്റി പറഞ്ഞു. അല്ല, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. കോടതി പറഞ്ഞത് ഞാൻ കേട്ട കാര്യമല്ല. ഏതോ കോടതി പറഞ്ഞു, കോടതി കൃഷി ഒരു ഉത്തരവിലും ഇല്ലാത്ത കാര്യം അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അതെ, ഇത്തരക്കാർക്ക് അത് പ്രചരിപ്പിക്കാനുള്ള രാഷ്ട്രീയ കൃഷിയാണ്. ശരി, എല്ലാവരും സമയത്ത് സംബന്ധിച്ച് ഇടപെട്ടതുമില്ല. ഓക്കെ, എന്തായാലും റോഡിൽ കുഴിയുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. ആ കുഴികളിൽ ആള് വീഴുന്നുള്ള കാര്യം വസ്തുതയാണ്. ആ വീണ ആളുകൾ മരിക്കുന്നുള്ള കാര്യം വസ്തുതയാണ്. മരിക്കുന്നതിൽ കൂടുതൽ ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന എന്ന കാര്യം വസ്തുതമാണ്. അധികാരികൾ ഇനിയെങ്കിലും കണ്ടു തുറക്കട്ടെ. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ഈ പ്രൈം ടൈം വിത്ത് കാണാം. ഗുഡ് നൈറ്റ്.